ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ കേരള PSCയുടെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സസാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ എടുത്തേക്കുന്നത് സ്റ്റീൽ സ്ട്രക്ചേഴ്സാണ്. സോ നമ്മൾ എന്താണ് സ്റ്റീൽ എന്ന് ആദ്യം അറിയണം അല്ലേ. അപ്പോൾ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഇറ്റ് ഈസ് അതൊരു അലോയാണ്. എന്തിൻ്റെയൊക്കെ അലോയാണ്? അയണും സ്റ്റീലും അല്ല, അയണിൻ്റെയും കാർബണിൻ്റെയും അലോയി ആണ് എന്തെന്ന് പറയുന്നത് സ്റ്റീൽ എന്ന് പറയുന്നത്. ഇതിൽ അയൺ എന്ന് പറയുന്നത് 97 to 98%, കാർബൺ 2 to 3% ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റീൽ ഈസ് ആൻ അലോയ് ഓഫ് ഏതൊക്കെയാണ്? അയൺ ആൻഡ് കാർബൺ. അയൺ എന്ന് പറയുമ്പോഴത്തേക്ക് 97 to 98% അയണും, കാർബൺ എന്ന് പറഞ്ഞാൽ 2 to 3% ആണ്. ഓക്കെ, ഇനി എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഇൻ സ്റ്റീൽ ഏതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് കാർബൺ ആണ്. ഏതാണ്? കാർബൺ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഇൻ സ്റ്റീൽ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു അയണിൻ്റെയും കാർബണിൻ്റെയും ഒരു അലോയാണ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പ്യൂർ അയൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടെ സ്ട്രെങ്ത് ഒക്കെ കൂട്ടണം അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാർബൺ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്യൂർ അയൺ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആണ്, അതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? കാർബൺ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നത്? അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് പ്യൂർ അയണിലേക്ക് നമ്മൾ കാർബൺ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ സ്ട്രെങ്ത് കൂടും. ഓക്കെ, ഇൻക്രീസ് സ്ട്രെങ്ത്. പിന്നെ അവിടെ വേറെ എന്താ കൂടുന്നത്? ഡക്റ്റിലിറ്റി കൂടും. ഓക്കെ, സ്റ്റീൽ എന്ന് പറഞ്ഞാൽ നല്ല ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഡക്റ്റിലിറ്റി കൂടും. പിന്നെ ഉള്ളത് ഡ്യൂറബിലിറ്റിയും കൂടും. ഓക്കെ, അപ്പോൾ ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തിൻ വയേഴ്സ്, ഒരു മെറ്റീരിയലിനെ നമുക്ക് തിൻ വയേഴ്സായിട്ട് മാറ്റാനുള്ള ആ ഒരു എബിലിറ്റിയാണ് നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. സോ നമ്മൾ പ്യൂർ അയണിലേക്ക് കാർബൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്ട്രെങ്ത് കൂടും, ഡക്റ്റിലിറ്റി കൂടും, ഡ്യൂറബിലിറ്റിയും കൂടും. ഓക്കെ, ഇനി നമ്മളിപ്പോൾ സ്റ്റീലിൽ നമ്മൾ പറഞ്ഞു എത്രയാണ്? 97 to 98% എന്താണ്? അയണും, കാർബൺ എന്ന് പറയുന്നത് 2 to 3% ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി ചേർന്നാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റീൽ എന്ന് പറയുന്നത്. ഇതിലേക്ക് ഞാൻ വീണ്ടും കാർബൺ കണ്ടൻറ്റ് ആഡ് ചെയ്യണം. അതായത് 2 to 3% കാർബൺ കൂടാണ്ട് ഞാൻ എക്സ്ട്രാ വീണ്ടും കാർബൺ ആഡ് ചെയ്ത് കൊണ്ടിരുന്നാൽ അതിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എന്താണ്, ഇഫ് വി ഇൻക്രീസ് മോർ കാർബൺ ഇൻ സ്റ്റീൽ, എന്ത് ചെയ്യും? ആ മെറ്റീരിയൽ എന്ന് പറയുന്നത് ശരിക്കും ഹാർഡും ബ്രിട്ടിലും ആവും. സ്ട്രെങ്ത് കൂടും. ഓക്കെ, അഫ്കോഴ്സ് നമ്മൾ ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും? സ്ട്രെങ്ത് എന്ന് പറയുന്നത് കൂടും, പക്ഷേ മെറ്റീരിയൽ ആസ് എ ഹോൾ ബിക്കം ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ. ഓക്കെ, പിന്നെ ഹാർഡ് ആകുമ്പോഴത്തേക്ക് എന്തുവാ? അവിടുത്തെ ഡക്റ്റിലിറ്റി കുറയുമ്പോഴത്തേക്കും അവിടെ ഈൽഡ് സ്ട്രെസ് കൂടും. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റീലിലേക്ക് കാർബൺ കണ്ടൻറ്റ് ഞാൻ വീണ്ടും കൂട്ടി കൊടുക്കുന്ന സമയത്ത് സ്ട്രെങ്ത് കൂടും. കാർബൺ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്ട്രെങ്ത് കൂടും. അതുപോലെ തന്നെ ആ ഒരു മെറ്റീരിയൽ ബിക്കം ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ. ഹാർഡ് ആകുമ്പോൾ ഡക്റ്റിലിറ്റി എങ്ങനെയും കുറയും. ഡക്റ്റിലിറ്റി കുറഞ്ഞാൽ ഈൽഡ് സ്ട്രെസ് അവിടെ കൂടും. ഓക്കെ, ഇനി ഇത് കൂടാണ്ട് വെൽഡബിലിറ്റിയും കുറയും. എന്താണ് വെൽഡബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് വെൽഡ് ചെയ്ത് വെക്കാനുള്ള ആ ഒരു എബിലിറ്റി എന്ന് പറയുന്നത് കുറയും. മാലിബിലിറ്റിയും കുറയും. ഡക്റ്റിലിറ്റി കുറയുന്നുണ്ടെങ്കിൽ മാലിബിലിറ്റിയും കുറയും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഒരു സ്റ്റീലിലേക്ക് വീണ്ടും കാർബൺ കണ്ടൻറ്റ് കൂട്ടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് പോകാം. ഇനി എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റീൽ? മെയിനായിട്ടുള്ള അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ട്, നമ്മുടെ സ്റ്റീല് കണ്ടുപിടിച്ചത് ആരാണ്? അത് നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ പഠിക്കുന്നതാണ്. ഹെൻറി ബെസമർ ആണ്. ആരാണ്? ഹെൻറി ബെസമർ ആണ് സ്റ്റീല് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് മാനുഫാക്ചറിങ് ഓഫ് സ്റ്റീലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെസമർ പ്രോസസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ബെസമർ പ്രോസസ്. ഓക്കെ, അപ്പോൾ സ്റ്റീൽ ഇൻവെൻറ്റ് ചെയ്തത് ഹെൻറി ബെസമർ ആണ്. സോ ബെസമർ പ്രോസസ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് സ്റ്റീൽ. ഓക്കെ, ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റീലിലോട്ട് പോവാം. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റീലിന് നിങ്ങൾക്കറിയാം ഹൈ സ്ക്രാപ്പ് വാല്യൂ ആണ്. ഹൈ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നതാണ് നമ്മളതിനെ ഒരു സ്റ്റീൽ സ്ട്രക്ചർ നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്ത് നമ്മൾ വിൽറ്റാലും അതിന് നല്ല പൈസ കിട്ടും. അതാണ് ഹൈ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ സ്ട്രെങ്ത് പെർ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് സ്റ്റീലിന് കോൺക്രീറ്റിനേക്കാളും കൂടുതലാണ്. കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഹെവി വെയിറ്റുള്ള സാധനമാണ്, പക്ഷേ ഫോർ ദ സെയിം സ്ട്രെങ്ത് നമ്മൾ സ്റ്റീൽ സ്ട്രക്ചർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് വെയിറ്റ് കുറവായിരിക്കും. അപ്പോൾ സ്ട്രെങ്ത് പെർ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് സ്റ്റീലിനാണ് കൂടുതൽ ദാൻ കോൺക്രീറ്റ്. ഓക്കെ, ഇനി ഇത് കൂടാണ്ട് വേറെയും ഈ 2 പോയിന്റ്സ് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, നമുക്ക് പെട്ടെന്ന് കിട്ടാത്തത്. ഇതല്ലാണ്ട് നമുക്ക് വേറെ പോയിന്റ്സ് ഉണ്ട്. എന്താണ്? നമുക്കിതിനെ എന്ത് ചെയ്യാം? പെട്ടെന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ നമുക്ക്
പെട്ടെന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, ഫാസ്റ്റർ കൺസ്ട്രക്ഷൻ. പിന്നെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാം. നമുക്ക് പിന്നെ ലൈറ്റ് വെയ്റ്റ് സ്ട്രക്ചേഴ്സ്, എന്താണ് ലൈറ്റ് വെയ്റ്റ് സ്ട്രക്ചേഴ്സൊക്കെ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. സ്റ്റീലിന് എന്തുണ്ട്, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള ഒരു സാധനമാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞു ഡക്റ്റിലിറ്റി കൂടുതലാണ്. ഓക്കെ, ഡക്റ്റിലിറ്റി കൂടുതലാണ്, സ്ട്രെങ്ത് അതും കൂടുതലാണ്. ഓക്കെ, പിന്നെ ലൈഫ് കൂടുതലാണ്, പിന്നെ കംപ്ലീറ്റ്ലി റീസൈക്ലബിൾ ആണ്. ഓക്കെ, ഇതൊക്കെ എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. മെയിനായിട്ട് പഠിക്കേണ്ട കാര്യം മാത്രമാണ് ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്നത്. ഹൈ സ്ക്രാപ്പ് വാല്യൂ ഉണ്ട്, സ്ട്രെങ്ത് പെർ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് സ്റ്റീലിന് കോൺക്രീറ്റിനേക്കാളും കൂടുതലാണ്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജിലേക്ക് വരുമ്പോഴത്തേക്കും സ്റ്റീൽ എന്ന് പറയുന്നത് കൊറോഷൻ സംഭവിക്കുന്ന ഒരു മെറ്റീരിയലാണ്. കൊറോഷൻ എന്ന് എന്താണ്, റസ്റ്റ് ഫോം ചെയ്യുക. റസ്റ്റ് എന്ന് പറഞ്ഞാൽ അയൺ ഓക്സൈഡ് ഫോം ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ ഫയർ റെസിസ്റ്റൻസ് വളരെ കുറവാണ്. എക്സലൻറ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്. അത് ഇവിടെ എഴുതിയിട്ടില്ല, എക്സലൻറ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. അതുകൊണ്ടാണ് നമ്മൾ കിച്ചണിലൊക്കെ നമ്മൾ സ്റ്റീൽ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യുന്നില്ലേ, എന്തുകൊണ്ടാണ്, അത് ഹീറ്റിനെ നന്നായിട്ട് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ പറയുന്നത് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫാറ്റി ഡ്യൂ ടു സൈക്ലിക് ലോഡിങ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ സൈക്ലിക് ലോഡിങ് വരുന്ന സമയത്ത്, അതായത് സൈക്ലിക് ലോഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യം ലോഡ് വരുന്നു, പിന്നെ ലോഡ് പോകുന്നു, ലോഡ് വരുന്നു, പോകുന്നു, അങ്ങനത്തെ ഒരു സൈക്ലിക് ലോഡിങ് വരുന്ന സമയത്ത് അതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരും, സ്ട്രെങ്തിൽ ഡിപ്രിസിയേഷൻ ഉണ്ടാകും. അതിനാണ് നമ്മൾ ഫാറ്റിക് എന്ന് പറയുന്നത്. സോ ഫാറ്റിക് ഡ്യൂ ടു സൈക്ലിക് ലോഡിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റീലിന് കൊറോഷൻ സംഭവിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ സ്റ്റീലിന് നമുക്ക് കൊറോഷൻ റെസിസ്റ്റൻ്റ് ആക്കണം അല്ലേ. അപ്പോൾ കൊറോഷൻ റെസിസ്റ്റൻ്റ് ആക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽ ആഡ് ചെയ്യാം? ഇതും എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. സ്റ്റീൽ ക്യാൻ ബി മെയ്ഡ് കൊറോഷൻ റെസിസ്റ്റൻ്റ് ബൈ, എന്തൊക്കെ മെറ്റീരിയൽ നമുക്ക് ആഡ് ചെയ്യാം? ക്രോമിയം, നിക്കൽ ആൻഡ് മോളിബ്ഡിനം. ക്രോമിയം, നിക്കൽ, മോളിബ്ഡിനം, ഇത് മൂന്ന് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റീലിനെ കൊറോഷൻ റെസിസ്റ്റൻ്റ് ആക്കാം. എന്നാൽ ഇത് 3 ഓപ്ഷനിലുണ്ട്, എ ബി സി എന്ന് പറഞ്ഞത് 3 ഉണ്ട്. അപ്പോൾ ഇതിലേതാണ് നമുക്ക് സ്റ്റീലിനെ കൊറോഷൻ റെസിസ്റ്റൻ്റ് ആക്കുന്നതെന്ന് ചോദിച്ചാൽ ക്രോമിയമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഏറ്റവും കൂടുതൽ ഏതാണ്? ക്രോമിയമാണ്. ഓക്കെ, അപ്പം സ്റ്റീലിനെ കൊറോഷൻ റെസിസ്റ്റ് ആക്കാൻ ക്രോമിയം, നിക്കൽ, മോളിബ്ഡിനം, ഇത് ഇത്രയുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഇതിനെ 3 നമ്മുടെ ഓപ്ഷനിലുണ്ടെന്നുണ്ടെങ്കിൽ ക്രോമിയം വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഓർത്തിരിക്കാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാൻ പറ്റുന്നത് മോളി നിക്കർ എന്ന് പഠിച്ചു വയ്ക്കാം. അതായത് മോളിബ്ഡിനം, നിക്കൽ, ക്രോമിയം. ഓക്കെ, സ്റ്റീലിനെ കൊറോഷൻ റെസിസ്റ്റൻ്റ് ആക്കാനായിട്ട് മോളി നിക്കർ. ഇനി നമ്മൾ നിങ്ങളുടെ കിച്ചണിലൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ള കത്തികളൊക്കെ ഉണ്ടാകുമായിരിക്കും അല്ലേ. അപ്പോൾ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ അലോയി ആണ് എന്ന് ഒരിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അലോയി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ അത് എന്തിൻ്റെ അലോയാണ്? അയണും കാർബണും അലോയിയാണ്. അതുകൂടാണ്ട് നമുക്ക് ക്രോമിയം, നിക്കൽ, മാംഗനീസ്, സിലിക്കൺ, നൈട്രജൻ, ഇത്രയും കമ്പോണൻസും കൂടി ചേർന്നതാണ് നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന്. അപ്പോൾ ഇതിനെ ഓർക്കാൻ വേണ്ടി നമുക്ക് പറയാൻ പറ്റുന്നത് മാൻസി നിക്കർ എന്നോർക്കുക. നമ്മളിവിടെ കൊറോഷൻ റെസിസ്റ്റൻ്റ് ആക്കാൻ മോളി നിക്കറും, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഈസ് ആൻ അലോയ് ഓഫ് അയൺ, കാർബൺ ആൻഡ് മാൻസി നിക്കർ. അതിൽ മാൻസി, അതിൽ എം എന്ന് പറഞ്ഞാൽ എന്തുവാ? എം എന്ന് പറയുന്നത് മാംഗനീസ്, നൈട്രജൻ, സിലിക്കൺ, നിക്കൽ, ക്രോമിയം. ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീലാണ്. നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മെറ്റീരിയലിൻ്റെ യുണീക് പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്നാണ്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ഡെൻസിറ്റി. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് കുറേ ഓപ്ഷൻസ് വന്നിട്ട് താഴെ പറയുന്നതിൽ ഫിസിക്കൽ പ്രോപ്പർട്ടി അല്ലാത്തത് അല്ലെങ്കിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഏതാണ് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് വരുന്ന ഡെൻസിറ്റി. നമ്മുടെ സ്റ്റീലിൻ്റെ ഡെൻസിറ്റി എത്രയാണ്? സ്റ്റീലിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 7850 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ഡെൻസിറ്റി ഓഫ് സ്റ്റീൽ. ഇതിനെ നമുക്ക് ടൺസ് പെർ മീറ്റർ ക്യൂബിലോട്ട് ആക്കുമ്പോഴത്തേക്കും 7.85 ടൺസ് പെർ മീറ്റർ ക്യൂബാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം 78.5 ക്വിൻ്റൽ പെർ മീറ്റർ ക്യൂബ്. ഈ എല്ലാ വാല്യൂസും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഡെൻസിറ്റി അല്ലെങ്കിൽ യൂണിറ്റ് മാസ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് 7850 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, അല്ലെങ്കിൽ 7.85 ടൺസ് പെർ മീറ്റർ ക്യൂബ്, അല്ലാന്നുണ്ടെങ്കിൽ 78.5 ക്വിൻ്റൽ പെർ മീറ്റർ ക്യൂബ്. ഇതെല്ലാം എക്സാമിന് ചോദിച്ചിട്ടുള്ള വാല്യൂസാണ്. ഓക്കെ അല്ലേ. ഇനി അടുത്ത് വരുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി സ്റ്റീലിൻ്റെ എങ്ങനെയാണ്? നമ്മൾ ഒരു ഡെൻസിറ്റി അറിയാമെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ എന്താണ്? ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ മതി അല്ലേ. സോ 7.85 ആണ് നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മോഡുലസ് ഓഫ് റിജിഡിറ്റി. മോഡുലസ് ഓഫ് റിജിഡിറ്റി നമ്മൾ ജി എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് സ്റ്റീലിന് വരുമ്പോഴത്തേക്കും 0.769 × 10⁵ N/mm² ആണ്.
0.769 ഇൻറ്റു 10⁵ Newton/mm². ഈ വാല്യൂസ് എല്ലാം ചോദിച്ചിട്ടുള്ളതാണ്, ഒന്നും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി അടുത്ത് വരുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. E = 2 × 10⁵ Newton/mm². ഓക്കെ, ഇനി നമ്മുടെ 1 Newton/mm² നമുക്ക് 1 MPa എന്ന് പറയാം കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചു. നമ്മുടെ യൂണിറ്റ് കൺവേർഷനൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആവശ്യമായിട്ട് വരും. 1 Newton/mm² = 1 MPa. ഓക്കെ, അടുത്ത് വരുന്ന പോയ്സൺസ് റേഷ്യോ. സ്റ്റീലിൻ്റെ പോയ്സൺസ് റേഷ്യോ വരുന്നത് 0.3 ആണ്. പോയ്സൺസ് റേഷ്യോ ഓഫ് സ്റ്റീൽ എത്രയാണ്? 0.3. ആൻഡ് കോഎഫിഷ്യന്റ് തെർമൽ എക്സ്പാൻഷൻ, ഇതുവരെ ക്വസ്റ്റ്യനിലൊന്നും ചോദിച്ച് കാണാത്തൊരു ഇതാണ് കോഎഫിഷ്യന്റ് തെർമൽ എക്സ്പാൻഷൻ. ഇനി വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അത് വരുന്ന സ്റ്റീലിന് 12 × 10⁻⁶/°C ആണ്. ഓക്കെ, ഇത് ഇത്രയാണ് നമ്മുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീലിനകത്ത് വരുന്നത്. ഓക്കെ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഏതൊക്കെ വരും? ഡെൻസിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി, മോഡുലസ് ഓഫ് റിജിഡിറ്റി, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, പോയ്സൺസ് റേഷ്യോ, കോഎഫിഷ്യന്റ് തെർമൽ എക്സ്പാൻഷൻ. ഇനി അടുത്ത മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് വരുമ്പോഴത്തേക്കും, മെക്കാനിക്കൽ പ്രോപ്പർട്ടി നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും ഒരു കാര്യം ഓർക്കേണ്ടത്, മെക്കാനിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മളിപ്പോൾ ഒരു മെറ്റീരിയൽ, അതിലേക്ക് ഞാൻ എന്തെങ്കിലും ഒരു ലോഡോ മൊമെൻറ്റോ എന്തെങ്കിലും ഞാൻ അപ്ലൈ ചെയ്യണം. സോ ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് വന്നു അല്ലേ? ആ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് കാരണം അതിന് ആ ഒരു മെറ്റീരിയലിനകത്ത് തന്നെ ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഫോം ചെയ്യും. ഓക്കെ, നമ്മൾ സാധാരണ ഒരു ബോഡിയിലേക്ക് ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ അകത്ത് എന്തോ സ്ട്രെസ്സ് ഡെവലപ്പ് ആവും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ഒരു മെറ്റീരിയലിനെ നമ്മൾ ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് കാരണം അവിടെ ഉണ്ടാകുന്ന ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, ആ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ് ഈ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിനകത്തെല്ലാം വരുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ സ്ട്രെസ് ഡെവലപ്പ് ആവുന്നു. സോ ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, അപ്പോൾ ആ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ സ്ട്രെസ് വരാം? നമ്മൾ പഠിച്ചിട്ടുള്ള ടെൻസൈൽ സ്ട്രെസ്, കംപ്രസീവ് സ്ട്രെസ്, ഈൽഡ് സ്ട്രെസ്, അൾട്ടിമേറ്റ് സ്ട്രെസ്, ഷിയർ സ്ട്രെസ്, എല്ലാ സ്ട്രെസ്സുകളും എന്താണ്? മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് വരുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഓർക്കാൻ പറ്റാത്ത 2-3 ഉണ്ട്. ഒന്ന് ഞാൻ മാക്സിമം പെർസെൻറ്റേജ് ഇലോങ്ങേഷൻ, അത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് വരുന്നതാണ്. മാക്സിമം പെർസെൻറ്റേജ് ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് വരുന്നതാണ്. പിന്നെ ടഫ്നെസ് ഉണ്ട്, പിന്നെ ബൾക്ക് മോഡുലസ്. ഇത് 3 നമ്മൾ പഠിച്ചു വയ്ക്കണം. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് വരുന്നതാണ്. മാക്സിമം പെർസെൻറ്റേജ് ഇലോങ്ങേഷൻ, ടഫ്നെസ്, ബൾക്ക് മോഡുലസ്. ഓക്കെ ആണോ? മാക്സിമം പെർസെൻറ്റേജ് ഇലോങ്ങേഷൻ, ടഫ്നെസ്, ബൾക്ക് മോഡുലസ്, ഇത് ഇത്രയും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഏതൊക്കെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഏതൊക്കെയാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി നമുക്കുള്ളത് ടൈപ്സ് ഓഫ് സ്റ്റീൽ ബേസ്ഡ് ഓൺ കാർബൺ കണ്ടൻ്റ് ആണ്. ഓക്കെ, കാർബൺ കണ്ടൻ്റെ ബേസിൽ നമുക്ക് എങ്ങനെയൊക്കെ ടൈപ്സ് പറയാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെഡ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർബൺ കണ്ടൻറ്റ് എന്ന് പറയുന്നത് <1% ആയിരിക്കും. ഇതെന്തിൻ്റെ ബേസിലാണ് പറയുന്നത്? കാർബൺ കണ്ടൻറ്റിൻ്റെ ബേസിലാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ സ്റ്റീലിൽ കാർബൺ കണ്ടൻറ്റ് <0.1% ആണെങ്കിൽ അതിനെ നമ്മൾ ഡെഡ് സ്റ്റീൽ എന്ന് വിളിക്കും. ഇനി ലോ കാർബൺ സ്റ്റീലുണ്ട്. ലോ കാർബൺ സ്റ്റീൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ കാർബൺ കണ്ടൻറ്റ് വരുന്നത് ഈ 0.1 മുതൽ 0.25% ആണ്. 0.1 മുതൽ 0.25% ആണെങ്കിൽ അതിനെ ലോ കാർബൺ സ്റ്റീൽ എന്ന് വിളിക്കും. ദിസ് ലോ കാർബൺ സ്റ്റീൽ ഈസ് കോൾഡ് മൈൽഡ് സ്റ്റീൽ. എന്താ വിളിക്കും? മൈൽഡ് സ്റ്റീൽ. ലോ കാർബൺ സ്റ്റീലിനെയാണ് നമ്മൾ മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ യൂസ് എവിടെയാണ് വരുന്നത്? ലോ കാർബൺ സ്റ്റീൽ നമുക്ക് എവിടെ യൂസ് ചെയ്യാം? ഈ മൈൽഡ് സ്റ്റീലാണ് നമ്മൾ ഈ RCC കൺസ്ട്രക്ഷനിലൊക്കെ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ലോ കാർബൺ സ്റ്റീലിൻ്റെ യൂസ് എന്താണ്? റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ? ഓക്കെ, ഇനി മീഡിയം കാർബൺ സ്റ്റീലുണ്ട്. മീഡിയം കാർബൺ സ്റ്റീൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത് 0.25%. അപ്പോൾ 0.25 മുതൽ 0.6% കാർബൺ കണ്ടൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് മീഡിയം കാർബൺ സ്റ്റീൽ എന്ന് വിളിക്കാം. ആൻഡ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് റെയിൽസിൽ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഹൈ ടെൻസൈൽ സ്റ്റീൽസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ദെൻ ഹാമേഴ്സിലും യൂസ് ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾ ഒന്ന് നോക്കി വെച്ചു. ഇനി അടുത്ത ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാണ്? 0.6 മുതൽ 1.1% ആണ് അതിൽ കാർബൺ കണ്ടൻറ്റ് വരുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റോൺ മേസൺറി ടൂൾസ്. ഏതാണ്? സ്റ്റോൺ മേസൺറി ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കട്ടിംഗ് ടൂൾസിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? ഈ ഹൈ കാർബൺ സ്റ്റീലാണ്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് സ്റ്റീൽ ബേസ്ഡ് ഓൺ കാർബൺ കണ്ടൻറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഡെഡ് സ്റ്റീൽ, ലോ കാർബൺ സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ. ഇനി നമുക്ക് നോക്കാനുള്ള എന്താ റോൾഡ് സ്റ്റീൽ സെക്ഷൻസ്. നിങ്ങൾ ഏതൊക്കെ റോൾഡ് സ്റ്റീൽ സെക്ഷൻസ് നമുക്കറിയാം? നമ്മുടെ റോൾഡ് സ്റ്റീൽ സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റീൽ സെക്ഷൻസ് മാനുഫാക്ചേർഡ് ഇൻ സ്റ്റാൻഡേർഡ് ഷേപ്പ് ആൻഡ് സൈസ് ഫ്രം ദ സ്റ്റീൽ മില്ല്. സ്റ്റീൽ മില്ലിൽ നിന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് ഷേപ്പിലും സൈസിലും നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സ്റ്റീലിനെയാണ് നമ്മൾ റോൾഡ് സ്റ്റീൽ സെക്ഷൻസ് എന്ന് പറഞ്ഞത്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ I സെക്ഷൻ, T സെക്ഷൻ, ആംഗിൾ സെക്ഷൻ,
ചാനൽ സെക്ഷൻ, ഇതെല്ലാം എന്താണ് റോൾഡ് സ്റ്റീൽ സെക്ഷൻസിന് എന്താണ് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഈ റോൾഡ് സ്റ്റീൽ സെക്ഷൻസിൽ ജോയിസ്റ്റ് സെക്ഷൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ ഐ സെക്ഷനാണ്. അത് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ഐ സെക്ഷനെയാണ് നമ്മൾ ജോയിസ്റ്റ് സെക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി മോസ്റ്റ് എക്കണോമിക്കൽ റോൾഡ് സെക്ഷൻ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഐ സെക്ഷൻ തന്നെയാണ്. അപ്പോൾ ഐ സെക്ഷന് രണ്ട് പറഞ്ഞു, ജോയിസ്റ്റ് സെക്ഷനുമാണ്, മോസ്റ്റ് എക്കണോമിക്കൽ റോൾഡ് സെക്ഷനുമാണ്. ഇനി മോസ്റ്റ് എക്കണോമിക്കൽ റോൾഡ് സെക്ഷൻ ഫോർ എ കോളം എന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ട്യൂബുലാർ സെക്ഷനാണ്. ഓക്കെ, ട്യൂബുലാർ സെക്ഷനാണ് മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ ഫോർ എ കോളം എന്ന് പറയുന്നത്, ട്യൂബുലാർ സെക്ഷനാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഗ്രേഡ്സ് ഓഫ് സ്റ്റീൽ. നമുക്ക് പല ഗ്രേഡ്സിൽ സ്റ്റീൽസ്, അതായത് 3500+ ഗ്രേഡ്സ് നമുക്ക് നമ്മുടെ വേൾഡിൽ അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് മെയിൻ ആയിട്ടുള്ള 2-3 നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് Fe250 ആണ്. Fe250 നമ്മൾ നേരത്തെ ലോ കാർബൺ സ്റ്റീലിനെ നമ്മൾ എന്ത് വിളിച്ചു? മൈൽഡ് സ്റ്റീൽ എന്ന് വിളിച്ചല്ലേ. അപ്പോൾ ഈ Fe250 എന്ന് പറയുന്നത് നമ്മുടെ മൈൽഡ് സ്റ്റീലിനെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ലോ കാർബൺ സ്റ്റീലാണ് ഈ Fe250 എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ Fe എന്ന് എഴുതിയിരുന്നത് എന്താണ്? അയൺ എന്നാണ് മീനിങ്. ഇനി ഈ 250 എന്ന് പറഞ്ഞാൽ എന്താണ്? 250 എന്ന് പറഞ്ഞാൽ അതിൻ്റെ FY വാല്യൂ, അതായത് ഈൽഡ് സ്ട്രെസ്സിനെയാണ് അല്ലെങ്കിൽ ഈൽഡ് സ്ട്രെങ്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. 250 Nm². 250 Nm². അതാണ് Fe250യുടെ FY വാല്യൂ. അപ്പോൾ ഈ ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെറ്റീരിയലിന് മാക്സിമം എത്ര ലോഡ് വരെ എടുക്കാൻ പറ്റും വിത്തൗട്ട് പെർമനൻറ്റ് ഡീഫോർമേഷൻ. പെർമനൻറ്റ് ഡീഫോർമേഷൻ ഇല്ലാണ്ട് ഒരു മെറ്റീരിയലിനെ മാക്സിമം എത്ര ലോഡ് വരെ കെയർ ചെയ്യാൻ പറ്റും, അതാണ് റീറ്റെയിൻ ചെയ്യാൻ പറ്റും, അതാണ് ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞത്. ഇനി ഇതിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് Fu വേണം. Fu എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 410 Nm². ഈ വാല്യൂ നിങ്ങൾ കാണാൻ പഠിക്കണം, ചോദിച്ചിട്ടുള്ളതാണ്. ഇനി അങ്ങോട്ട് പറയുന്ന വാല്യൂസ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ചോദിച്ചിട്ടില്ല, ബട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈൽഡ് സ്ട്രെങ്ത് എന്ന് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഒരു പെർമനൻറ്റ് ഡീഫോർമേഷൻ ഇല്ലാണ്ട് ഒരു മെറ്റീരിയലിന് എത്ര ലോഡ് കെയർ ചെയ്യാൻ പറ്റും. ഇനി അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം ലോഡ് എ മെറ്റീരിയൽ ക്യാൻ വിത്ത്സ്റ്റാൻഡ് വിത്തൗട്ട് ഫെയിൽ, അതായത് ഫെയിൽ ആവാണ്ട് എന്തുമാത്രം ലോഡ് അതിന് എടുക്കാൻ പറ്റും, അതാണ് അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഈൽഡ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ പെർമനൻറ്റ് ഡീഫോർമേഷൻ വരാണ്ട് നമുക്ക് അതിന് എത്രമാത്രം ലോഡ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ Fe250 എന്നുള്ള മൈൽഡ് സ്റ്റീലാണ്, അതായത് ഇതെന്താണ്? നമ്മുടെ ലോ കാർബൺ സ്റ്റീലാണ്. എന്താണ്? ലോ കാർബൺ സ്റ്റീലാണ്. ലോ കാർബൺ സ്റ്റീൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റീഇൻഫോഴ്സ്മെൻ്റ് ഒക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിൽ കാർബൺ കണ്ടൻറ്റ് വരുന്നത് 0.1 മുതൽ 0.25% ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിൽ FI വാല്യൂ Fu വാല്യൂം നമ്മൾ കാണാതെ പഠിക്കണം. ഇനി അടുത്ത് വരുന്നത് HOSD ബാസ് ഉണ്ട്. HOSD ബാസ് എന്ന് ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത് ഹൈ ഈൽഡ് സ്ട്രെങ്ത് ഡീഫോംഡ് ബാസ്. ഹൈ ഈൽഡ് സ്ട്രെങ്ത് ഡീഫോംഡ് ബാസ്, അതായത് ഇതിന് ഈൽഡ് സ്ട്രെങ്ത് മൈൽഡ് സ്റ്റീലിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കൂടുതലായിരിക്കും. ഓക്കെ, ഇത് ഇതിനകത്ത് നമുക്ക് 2 എണ്ണമാണ് പറയാനുള്ളത് മെയിനായിട്ട്. Fe450 ഉണ്ട്, Fe500 ഉണ്ട്. ഓക്കെ, ഈ Fe450 എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ 450 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ FI വാല്യൂ തന്നെയാണ്, 450 Nm². അതിൻ്റെ Fu വാല്യൂ വരുന്നത് 485 Nm² ആണ്. ഓക്കെ, ഇത് പഠിച്ചാൽ നല്ലതാണ്. ഇനി Fe500 വരുമ്പോഴത്തേക്ക് FY എന്ന് പറയുന്നത് 500 Nm² തന്നെയാണ്. Fu എന്ന് പറയുന്നത് 545 Nm². ഓക്കെ, ഇനി ലാസ്റ്റാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ Fe410 ആണ്. Fe410 എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലില്ലേ, അതിനെയാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മൾ Fe410 എന്ന് വിളിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ അലോയ് ഓഫ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അയണ്, കാർബണ്, അതിൻ്റെ കൂടെ മാൻസിനിക്കർ, അതായത് മാംഗനീസ്, നൈട്രജൻ, സിലിക്കൺ, നിക്കൽ, ക്രോമിയം. ഓക്കെ, അപ്പോൾ ഈ Fe410 മാത്രം നമ്മൾ ഇത്ര നേരം പറഞ്ഞതിന് വ്യത്യാസമുണ്ട്. ഇത്ര നേരം നമ്മൾ പറഞ്ഞ എന്തുമായിരുന്നു? ഏതാണോ Feയുടെ കൂടെ കിടക്കുന്ന നമ്പർ അതായിരുന്നു FI വാല്യൂ. പക്ഷേ ഇവിടെ Feയുടെ കൂടെ കിടക്കുന്ന നമ്പർ FY വാല്യൂ അല്ല, Fu ആണ്. അൾട്ടിമേറ്റ് സ്ട്രെസ് ആണ് ഈ 410 Nm² എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ FY എന്ന് പറയുന്നത് എന്തായിരിക്കും? 250 Nm² ആയിരിക്കും. ഇനി നിങ്ങളിതൊന്ന് ചെക്ക് ചെയ്തേ. നമ്മുടെ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് Fe410, Fe250 ആണ് മൈൽഡ് സ്റ്റീൽ. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും FY വാല്യൂം Fu വാല്യൂം സെയിം അല്ലേ? മൈൽഡ് സ്റ്റീലിൻ്റെയും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയും FY വാല്യൂം Fu വാല്യൂം സെയിം ആണ്. അത് നിങ്ങൾ നോക്കി വയ്ക്കുക. ഓക്കെ, ഇനി നമുക്കൊരു ഏതാണ്ടൊരു അസംഷൻ പറയുവാണ്. അതായത് ഈ HOSD ബാസിനെ നമ്മൾ ട്വിസ്റ്റഡ് ബാസ് എന്ന് വിളിക്കുക. അതിൻ്റെ പുറത്ത് കോറുഗേഷൻസ് ഒക്കെ നമ്മൾ ഉള്ളതുകൊണ്ടാണ് ട്വിസ്റ്റഡ് ബാസ്. അതിനെ ട്വിസ്റ്റ് ചെയ്തൊക്കെയാണ് നമ്മൾ കൂൾ ചെയ്തൊക്കെ എടുക്കുന്നത്. ഓക്കെ, അത് വേണ്ട നമുക്ക്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്വിസ്റ്റഡ് ബാസ്. ഓക്കെ, ഹൈ ഈൽഡ് സ്ട്രെങ്ത് ഡീഫോംഡ് ബാസിനെയാണ് നമ്മൾ ട്വിസ്റ്റഡ് ബാസ് എന്ന്. അപ്പോൾ ഈ ട്വിസ്റ്റഡ് ബാസിന് ഹാവ് 50% മോർ ഈൽഡ് സ്ട്രെങ്ത് ആസ് മൈൽഡ് സ്റ്റീൽ.
ദാൻ മൈൽഡ് സ്റ്റീൽ അല്ലേ. അതായത് ഇവിടെ ഇപ്പോൾ ഈൽഡ് സ്ട്രെങ്ത് ഇവിടെ എത്രയാണ് വന്നത്, 500 വന്നത്. ഇവിടെ നോക്കുമ്പോൾ 250. 450 എന്ന് പറയുന്നത് 250യുടെ ഏതാണ്ട് ഒരു ഇരട്ടി, 500 അടുപ്പിച്ച് വരുന്നു അല്ലേ. അപ്പോൾ ട്വിസ്റ്റഡ് ബാസിന് നമ്മുടെ മൈൽഡ് സ്റ്റീലിനെ വെച്ച് നോക്കുമ്പോൾ ഈൽഡ് സ്ട്രെങ്ത് 50% കൂടുതലാണ്. ആ ഒരു പോയിന്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇനി ഒരു കാര്യം അറിയാനുള്ളത്, എഫ് യു ആൻഡ് എഫ് ഒ വാല്യൂ ഓഫ് മൈൽഡ് സ്റ്റീൽ ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ അഡീഷൻ ഓഫ് വനേഡിയം. അതായത് നമുക്ക് ഈ സ്ട്രെങ്ത് എഫ് ഒയും എഫ് യു എന്ന് എന്താണ്, നമ്മുടെ സ്ട്രെങ്ത് ആണ്, സ്റ്റീലിൻ്റെ സ്ട്രെങ്ത് ആണ്. നമ്മൾ പ്യുവറായിട്ടുള്ള അയണിലേക്ക് കാർബൺ ആഡ് ചെയ്യുമ്പോൾ സ്ട്രെങ്ത് കൂടുമെന്ന് പറഞ്ഞു. ഓക്കെ, വീണ്ടും നമ്മൾ സ്റ്റീലിലേക്ക് നമ്മൾ കാർബൺ കണ്ടന്റ് ആഡ് ചെയ്ത് എന്ത് പറ്റുമെന്ന് പറഞ്ഞു, സ്ട്രെങ്ത് കൂടും. പക്ഷേ ആ ഒരു മെറ്റീരിയൽ ഹാർഡും ബ്രിട്ടിലാവും. അപ്പോൾ എനിക്ക് എന്താണ്, ഈ മൈൽഡ് സ്റ്റീലിൻ്റെ സ്ട്രെങ്ത് പക്ഷേ എനിക്ക് കൂട്ടണം. പക്ഷേ കാർബൺ കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാൽ അത് ഹാർഡും ബ്രിട്ടിലും ആവും, ഈൽഡ് സ്ട്രെസ് കൂടും, ഡക്റ്റിലിറ്റി കുറയും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ സ്ട്രെങ്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം വിത്തൗട്ട് ദ ഇൻക്രീസിങ് കാർബൺ കണ്ടൻറ്റ് കൂട്ടാതെ എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് വനേഡിയം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ട്രെങ്ത് കൂട്ടാൻ മൈൽഡ് സ്റ്റീലിൻ്റെ നമുക്ക് സ്ട്രെങ്ത് കൂട്ടാം. എങ്ങനെയാണ്? ബൈ ആഡിങ് വനേഡിയം. അപ്പം അവിടെ എന്ത് ചെയ്യുന്നത്, നമുക്ക് കാർബൺ കണ്ടൻറ്റ് കൂട്ടാണ്ട് തന്നെ വനേഡിയം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ IS 800 നമ്മുടെ സ്റ്റീലിൻ്റെ കോഡ് നമ്മളിതുവരെ പറഞ്ഞില്ല അല്ലേ. നമ്മുടെ സ്റ്റീലിൻ്റെ കോഡെന്ന് പറഞ്ഞാൽ IS 800 2007 ആണ്. ഓക്കെ, 2007 ആണ് നമ്മുടെ സ്റ്റീലിൻ്റെ IS കോഡ് എന്ന് പറയുന്നത്. ഇനി ഇത് പ്രകാരം നമ്മൾ 2 തരത്തിലാണ് ഡിസൈൻ വരുന്നത്. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെങ്തും ഉണ്ട്, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി ഉണ്ട്. നമ്മൾ RCCയിലൊക്കെ പഠിക്കുന്ന പോലെയാണ്. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ലൈഫിനെ എന്താണ് എൻഡേഞ്ചർ ചെയ്യുന്ന സേഫ്റ്റി. ഓക്കെ, എൻഡേഞ്ചർ ദ സേഫ്റ്റി ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി, അതാണ് ഈ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെങ്തിനകത്ത് വരുന്നത്. അതായത് അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് വേണത് ഓവർ ടേണിങ്. അതായത് ഒരു ബിൽഡിംഗ് മുഴുവനായിട്ട് ഓവർ ടേൺ ചെയ്ത് പോവുകയാണ്. അതായത് അവിടെ എന്ത് നഷ്ടപ്പെട്ടു, സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു, ലോസ് ഓഫ് സ്റ്റെബിലിറ്റി. അതും കൂടെ നോക്കി വെച്ചോ കേട്ടോ, ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം. ലോസ് ഓഫ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെങ്തിനകത്ത് വരുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത് വരുന്ന ടോർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ലോസ് ഓഫ് ഇക്വിലിബ്രിയം ആണ്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെങ്തിനകത്ത് വരുന്നതാണ് പറയുന്നത് ഓവർ ടേണിങ്, ടോർഷൻ, പിന്നെ ഫ്രാക്ചർ, ബ്രിട്ടിൽ ഫ്രാക്ചർ ഉണ്ടാകുന്നത്, പിന്നെ ഫ്രാക്ചർ ഡ്യൂ ടു ഫെറ്റീഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞ സൈക്ലിക് ലോഡിങ് കാരണം അതിൻ്റെ സ്ട്രെങ്ത് ഡിറ്റോറേറ്റ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ഫെറ്റീഗ് എന്ന് പറയുന്നത്. സോ ഫെറ്റീഗ് കാരണം ഫ്രാക്ചർ ഉണ്ടാകുകയാണെങ്കിൽ അത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെങ്തിനകത്ത് വരാം. ഇനി ഫെയിലിയർ ബൈ HSC ഡിഫോർമേഷൻ, അതായത് ഫെയിലായിപ്പോയി, സ്ട്രക്ചർ മുഴുവനായിട്ട് ഫെയിലായി പോയെങ്കിൽ അതെന്താണ്, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെങ്തിനകത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി, സ്ട്രക്ചർ മുഴുവനായിട്ട് ഫെയിലായി പോകുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബ്രിട്ടിൽ ഫ്രാക്ചറൊക്കെ ഉണ്ടാകുന്ന കണ്ടീഷൻസ് എല്ലാം ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെങ്തിനകത്താണ് വരുന്നത്. ഇനി ഫെയിലിയർ ബൈ HSC ഡിഫോർമേഷനും റപ്ചർ ഓഫ് സ്ട്രക്ചറും ഇതെല്ലാം എന്താണ്, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെങ്തിനകത്ത് വരുന്നതാണ്. ഓക്കെ, ഇത് ഞാൻ നിങ്ങളടുത്ത് ഇത് പഠിക്കാൻ പറയത്തില്ല, അടുത്ത സർവീസബിലിറ്റി ഇതിനേക്കാളും കൂടുതൽ എളുപ്പമാണ് പഠിക്കാൻ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചിരുന്നാലും ഏതാണ്, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം മറ്റേതിൽ വരുന്നതെന്ന് ചിന്തിച്ചാൽ മതി. എങ്കിലും ഈ ഒരു എന്താണ് ഓവർ ടേണിങ്, ടോർഷൻ, ബ്രിട്ടിൽ ഫ്രാക്ചർ ഡ്യൂ ടു ഫെറ്റീഗ് അങ്ങനെയൊക്കെ വരുന്നത് ഇതിലാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കാം. അല്ലെങ്കിൽ ലിമിറ്റ് സ്റ്റേറ്റ് സർവീസബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്കംഫർട്ട് ടു ദി യൂസർ, അതായത് ആ ബിൽഡിംഗ് ഫെയിലൊന്നും ആയി പോയിട്ടില്ല, പക്ഷേ അവിടെ താമസിക്കുന്ന അല്ലെങ്കിൽ ആ ബിൽഡിംഗ് യൂസ് ചെയ്യുന്ന ആൾക്കോ അല്ലെങ്കിൽ ആ ബിൽഡിംഗ് കാണുന്ന ഒരാൾക്ക് അതിൽ എന്താണ് ഭയങ്കര ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും, അങ്ങനത്തെ. അപ്പോൾ എന്താണ് റിപ്പയറബിൾ ഡാമേജ്, അതാണ് ഫസ്റ്റ് അതിനകത്ത് വരുന്ന ഒന്നെന്ന് പറഞ്ഞാൽ. അതാണ് റിപ്പയറബിൾ ഡാമേജ്, നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും ആ ഡാമേജൊക്കെ. പിന്നെ നമ്മൾ നേരത്തെ എന്താണ് ഫ്രാക്ചർ ഡ്യൂ ടു ഫെറ്റീഗ് നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെങ്തിലാണ് പറഞ്ഞത്, പക്ഷേ ഇവിടെ ക്രാക്ക് ഒക്കെ വരുവാണെങ്കിൽ അത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റിയിലാണ്. അപ്പോൾ ക്രാക്ക് ഡ്യൂ ടു ഫെറ്റീഗ്. പിന്നെ നമ്മൾ സ്റ്റീലിന് കൊറോഷൻ സംഭവിക്കുന്നു, ഡ്യൂറബിലിറ്റി, ഫയർ, പിന്നെ ക്രാക്ക് ഡ്യൂ ടു ഡിഫ്ലക്ഷൻസ് അല്ലെങ്കിൽ ഡിഫോർമേഷൻ. അപ്പോൾ ക്രാക്കൊക്കെ ഏതിലാണ് വരുന്നത്, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റിക്ക് എത്താണ് വരുന്നത്. അതുപോലെ തന്നെ വൈബ്രേഷൻ, എനി പാർട്ട് ഓഫ് ദ സ്ട്രക്ചർ, ഇതെല്ലാം എന്താണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റിക്ക് എത്താണ് വരുന്നത്. അപ്പോൾ ക്രാക്ക്, വൈബ്രേഷൻ, ഡ്യൂറബിലിറ്റി, കൊറോഷൻ, ഫയർ, റിപ്പയറബിൾ ഡാമേജ്, ഇതെല്ലാം എന്താണ് സർവീസബിലിറ്റിക്കകത്താണ് വരുന്നത്. അപ്പോൾ ഇതായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം. ഇത് പഠിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെങ്ത് ആണെന്ന് ഓർക്കുക. ഓക്കെ, ഇനി നമുക്ക് പെർമിസിബിൾ സ്ട്രെസ്സസ് ആണ് പഠിക്കാനുള്ളത്. അതിന് മുന്നേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, അതായത് നമ്മുടെ അയണിൻ്റെ ഓറ്, അതായത് ഓറെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഏതെങ്കിലും ഒരു നാച്ചുറലി ഒക്കറിങ് സോഴ്സ് ഓഫ് എനി മെറ്റൽ, ഏതെങ്കിലും ഒരു മെറ്റലിൻ്റെ നാച്ചുറലി ഒക്കറിങ് സോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് ഓറ്? ഓറെന്ന് പറഞ്ഞാൽ നാച്ചുറലി ഒക്കറിങ് സോഴ്സ് ഓഫ് എനി മെറ്റലിനെയാണ് ഓറെന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ ഏതാണ്?
പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ എന്ന് പറയുന്നത് ഏതാണ്? പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ എന്ന് പറയുന്നത് റോട്ട് അയൺ ആണ്. റോട്ട് അയൺ. പിന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഇംപ്യൂർ ഫോം ഓഫ് അയൺ? എന്താണ് ഇംപ്യൂർ ഫോം ഓഫ് അയൺ? ഇംപ്യൂർ ഫോം ഓഫ് അയൺ എന്ന് പറയുന്നത് പ്യൂറസ്റ്റ് ഫോം റോട്ട് അയണും ഇംപ്യൂർ ഫോം എന്ന് പറയുന്നത് പിഗ് അയണുമാണ്. ഓക്കെ, ഇതിലെല്ലാം കാർബൺ കണ്ടൻറ്റ് പഠിക്കാറുണ്ട്. ഇത് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞു വെച്ചിരുന്നാൽ മതി, പഠിക്കാൻ താല്പര്യമില്ലാത്തവർ പഠിക്കണ്ട. ഓക്കെ, അപ്പോൾ കാർബൺ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ റോട്ട് അയണിൽ കാർബൺ കണ്ടൻറ്റ് വരുന്നത് പ്യൂറസ്റ്റ് ഫോമല്ലേ, അപ്പോൾ അതിൽ ഏറ്റവും കുറവായിരിക്കും കാർബൺ കണ്ടൻറ്റ്. 0.08 മുതൽ 0.15%. ഓക്കെ, 0.08 മുതൽ 0.15%. അതിൽ അയൺ കണ്ടൻറ്റാണ് കൂടുതൽ, അതുകൊണ്ടാണ് അതിനെ മോസ്റ്റ് പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ എന്ന് പറയുന്നത്. ഇനി പിഗ് അയണിൽ നമ്മൾ പറഞ്ഞു കാർബൺ കണ്ടൻറ്റ് ഭയങ്കര കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഇംപ്യൂർ ഫോം എന്ന് പറഞ്ഞാൽ 5 to 6% കാർബൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഇംപ്യൂർ ഫോം ഓഫ് അയൺ, ദാറ്റ് ഈസ് പിഗ് അയൺ എന്ന് പറയാം. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു സാധനം കൂടെ ഉണ്ട്, കാസ്റ്റ് അയൺ. കാസ്റ്റ് അയൺ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ കാർബൺ കണ്ടൻറ്റ് വരുന്നത് 2.1 മുതൽ 4%. ഇത് പറ്റുമെങ്കിൽ നിങ്ങൾ പഠിച്ചാൽ മതി, ഇതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ബട്ട് പ്യൂറസ്റ്റ് ഫോമും ഇംപ്യൂർ ഫോമും ഒക്കെ ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് കാർബൺ കണ്ടൻറ്റിൽ എങ്ങനെ എഴുതാം? ഫസ്റ്റ് ഏത് വരും? റോട്ട് അയൺ വരും. പിന്നെ കാർബൺ കണ്ടൻറ്റ് കൂടുതലെന്ന് പറയുന്നത് കാസ്റ്റ് അയണിലാണ്, പിന്നെ കൂടുതൽ പിഗ് അയണിലാണ്. ഇങ്ങനെയാണ് നമ്മുടെ അതിൻ്റെ ഓർഡർ വരുന്നത്, ഇൻക്രീസിങ് ഓർഡർ ഓഫ് കാർബൺ കണ്ടൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി നോക്കാം. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള പെർമിസിബിൾ സ്ട്രെസ്സസ് ആണ്. ഓക്കെ, നമ്മൾ പെർമിസിബിൾ സ്ട്രെസ്സസിന് എന്താണ് ഉള്ള വാല്യൂസ്, അത് ഓരോ കണ്ടീഷൻ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് പെർമിസിബിൾ സ്ട്രെസ് ഇൻ ആക്സിയൽ ടെൻഷൻ ഓർ കംപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ AT. ആക്സിയൽ ടെൻഷൻ ആണ് സിഗ്മ AT, അല്ലെങ്കിൽ ആക്സിയൽ കംപ്രഷൻ ആണ് സിഗ്മ AC. ഇത് രണ്ടും 0.6 times FI. FI എന്ന് പറയുന്നതാണ് ഈൽഡ് സ്ട്രെങ്ത് ആണ്. അപ്പോൾ നമ്മുടെ മൈൽഡ് സ്റ്റീലിൻ്റെ, നിങ്ങളടുത്ത് ഇങ്ങനെ ചോദിക്കണം, മൈൽഡ് സ്റ്റീലിൻ്റെ പെർമിസിബിൾ സ്ട്രെസ് ഇൻ ആക്സിയൽ ടെൻഷൻ എത്രയാണ് എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? മൈൽഡ് സ്റ്റീലിൻ്റെ FI വാല്യൂ എത്രയാണ്? 250 ആണ്. അപ്പോൾ 250 × 0.6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ മൈൽഡ് സ്റ്റീലിൻ്റെ പെർമിസിബിൾ സ്ട്രെസ് ഇൻ ആക്സിയൽ ടെൻഷൻ കിട്ടും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി പെർമിസിബിൾ സ്ട്രെസ് ഇൻ ബെൻഡിങ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ B എന്നാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 0.66 FY ആണ്. അപ്പോൾ ആദ്യം ആക്സിയൽ ടെൻഷൻ അല്ലെങ്കിൽ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ 0.6 FY. പെർമിസിബിൾ സ്ട്രെസ് ഇൻ ബെൻഡിങ് എന്ന് പറഞ്ഞാൽ 0.66 FY ആണ്. ഇനി അടുത്ത് വരുന്നത് ഷിയർ സ്ട്രെസ്. പെർമിസിബിൾ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ V ഈസ് ഈക്വൽ ടു 0.45 FY. ഈ 0.45-നേക്കാളും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് 0.4, നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ 0.4 FY ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതായത് 0.45 FY എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ആണ് ഈ പറയുന്നത്, മാക്സിമം വാല്യൂ ഓഫ് ഷിയർ സ്ട്രെസ്. നമ്മൾ ഒരിക്കലും ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ സ്റ്റീൽ സ്ട്രക്ചേഴ്സൊക്കെ ഫെയിൽ ആവാൻ, സ്റ്റീൽ സ്ട്രക്ചേഴ്സ് എന്നല്ല, ഈ വെൽഡൊക്കെ കൂടുതലും ഫെയിൽ ആവുന്നതും ഒക്കെ വരുന്നത് ഷിയർ കാരണമാണ്. കൂടുതലും ഫെയിലിയർ സംഭവിക്കുന്ന ഷിയർ കാരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മാക്സിമം വാല്യൂവിനല്ല ചെയ്യുന്നത്, അവിടെ എന്താണ് ആവറേജ് വാല്യൂവിനാണ് ചെയ്യുന്നത്. 0.4 FY ആണ് നമ്മൾ എടുക്കുന്നത് അവിടുത്തെ പെർമിസിബിൾ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കണമെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് ആൻസർ, 0.45 FY. ഇനി പെർമിസിബിൾ ബിയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ P ഈസ് ഈക്വൽ ടു 0.75 FY. അപ്പോൾ ഈ ബിയറിംഗ് സ്ട്രെസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അതായത് നമ്മൾ രണ്ട് ഡിഫറെൻറ്റ് സർഫസസ് കോണ്ടാക്റ്റിൽ വരുവാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ലോഡ് എടുക്കാൻ സാധിക്കും, അതിൻ്റെ റെസിസ്റ്റൻസ്, അതാണ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു പേപ്പറിൽ സ്റ്റാപ്ലർ ചെയ്ത് വയ്ക്കുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് രണ്ട് ഡിഫറെൻറ്റ് മെറ്റീരിയലാണ്, സ്റ്റാപ്ലറും പേപ്പറും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് കീറിപ്പോവും. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? അതിൽ സ്റ്റാപ്ലറിന് എന്ത് ചെയ്യാൻ, എന്താണ് കൂടുതൽ ലോഡ് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ പേപ്പറിന് അത്രയും ഇല്ല, അതുകൊണ്ടാണ് അവിടെ ഫെയിലായി പോകുന്നത്. ഓക്കെ, അതാണ് രണ്ട് ഡിഫറെൻറ്റ് സർഫസസ് കോണ്ടാക്റ്റ് വരുമ്പോൾ എത്ര ലോഡ് എടുക്കാൻ സാധിക്കും, അതാണ് ആ ബിയറിംഗ് സ്ട്രെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കാണാൻ പഠിക്കുക, ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി അടുത്ത് വരുന്നത് സ്ട്രക്ചറൽ കണക്ഷൻസ്. നമുക്ക് ഏതൊക്കെ കണക്ഷൻ ഉണ്ട്? റിവറ്റഡ് കണക്ഷൻ ഉണ്ട്, ബോൾട്ടഡ് കണക്ഷൻ ഉണ്ട്, വെൽഡഡ് കണക്ഷൻ ഉണ്ട്. നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ ഈ ബോൾട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നമ്മൾ അല്ലെങ്കിൽ ഫിഗറൊക്കെ ഇനി കാണിക്കാം. ഓക്കെ, അപ്പോൾ റിവറ്റഡ് കണക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് സെമി പെർമനൻറ്റ്. എന്താണ്? സെമി പെർമനൻറ്റ് കണക്ഷൻ എന്നാണ് നമ്മൾ റിവറ്റഡ് കണക്ഷനെ പറയുന്നത്. എന്താണ്? സെമി പെർമനൻറ്റ് കണക്ഷൻ. അല്ലെങ്കിൽ നമുക്കിതിനെ സെമി റിജിഡ് കണക്ഷൻ എന്നും വിളിക്കാം. എന്താണ്? സെമി റിജിഡ് കണക്ഷൻ എന്ന് നമുക്ക് റിവറ്റഡ് കണക്ഷനെ പറയാം.
ഇനി ബോൾട്ടഡ് കണക്ഷൻ എന്താണ്? ബോൾട്ടഡ് കണക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടെമ്പററി കണക്ഷൻ. അതെങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ടെമ്പററി കണക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ ബോൾട്ടഡ് കണക്ഷനാണ്. ഓക്കെ, നമ്മൾ പ്രാക്ടിക്കലി കൂടുതൽ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നതും ഈ ബോൾട്ടഡ് കണക്ഷനാണ്. പ്രാക്ടിക്കലി മോസ്റ്റ് യൂസ്ഡ് ഏതാണ്? നമ്മുടെ ബോൾട്ടഡ് കണക്ഷനാണ്. ഇനി വെൽഡഡ് കണക്ഷൻ എന്ന് പറയുന്നത് പെർമനൻറ്റ് കണക്ഷനാണ്. പെർമനൻ്റ് ആണ്, നമുക്ക് അതിൽ നിന്ന് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ പെർമനൻറ്റ് കണക്ഷനാണ് വെൽഡഡ് കണക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിലും സ്പാൻ കുറയ്ക്കുന്നുണ്ടെങ്കിലൊക്കെ എന്താണ് നമുക്ക് ഈ ഒരു വെൽഡഡ് കണക്ഷൻ നമ്മൾ കൂടുതൽ അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണ്? ഫസ്റ്റ് പറഞ്ഞാൽ റിവറ്റഡ് കണക്ഷൻ, അതെന്ന് സെമി പെർമിബിൾ അല്ലെങ്കിൽ സെമി പെർമനൻറ്റ് അല്ലെങ്കിൽ സെമി റിജിഡ് കണക്ഷനാണെന്ന് പറഞ്ഞു. അതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് മുന്നെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുമായിരുന്നു മെയിനായിട്ട്. ഇപ്പോൾ നമ്മൾ കൂടുതൽ ഏതാണ് യൂസ് ചെയ്യുന്നത്? ബോൾട്ടഡ് കണക്ഷനാണ് ഇപ്പോൾ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, സെമി പെർമനൻറ്റ് കണക്ഷൻ ഏതാണെന്ന്. അത് റിവറ്റഡ് കണക്ഷനാണ്. ഇനി വെൽഡഡ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് കണക്ഷനാണ്. നമുക്ക് അതിൽ പിന്നെ ഒരു ഇതും വരുത്താൻ പറ്റത്തില്ല. ഓക്കെ, നമുക്കപ്പോൾ നോക്കാം. റിവറ്റഡ് കണക്ഷനാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. ഓക്കെ, നമ്മുടെ ഇതാണ് ഒരു റിവറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ റിവറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനൊരു ഹെഡ് പോർഷൻ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ഹെഡ് എന്ന് പറയുന്നത്. ഇതാണ് ഷാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, എന്ത് വിളിക്കും? ഇതിനെ ഷാങ്ക് എന്ന് വിളിക്കും. ഇതെന്ന് പറഞ്ഞാൽ റിവറ്റ് ഹെഡാണ്. ഓക്കെ, റിവറ്റ് ഹെഡാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിവറ്റ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അത് ചോദിച്ചിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് മൈൽഡ് സ്റ്റീൽ. ഓക്കെ, റിവറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് റിവറ്റ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മളിവിടെ ഒരു കണക്ഷൻ കാണിച്ചിട്ടുണ്ടല്ലേ, അതായത് 2 പ്ലേറ്റ്സ്, ഇതൊരു പ്ലേറ്റ്, ഇതൊരു പ്ലേറ്റ്. ഇതിനെ രണ്ടിനെയും കൂടി ഒന്നിച്ച് കണക്ട് ചെയ്യാനായിട്ട് ഇങ്ങനൊരു റിവറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് എന്ത് കണക്ഷനാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ലാപ്പ് ജോയിൻ്റ് ആണ്. ലാപ്പ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 പ്ലേറ്റ്സിനെ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വെക്കും. അത് ഇതൊരു പ്ലേറ്റ്, അതിൻ്റെ മുകളിലായിട്ട് ഞാൻ മറ്റൊരു പ്ലേറ്റ് വെച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ബോൾട്ട് അല്ലെങ്കിൽ റിവറ്റ് കൊണ്ട് കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ലാപ്പ് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് കാണിച്ചിരിക്കുന്നത്? ഒരു ലാപ്പ് ജോയിൻ്റാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ ഒരു റിവറ്റ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഷോപ്പിൽ നിന്നും കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു ഹെഡ് ഉണ്ടല്ലോ, ഈ ഒരു ഹെഡ്, അതാണ് ഇവിടെ കാണിച്ചത്. അത് മാനുഫാക്ചേർഡ് ഹെഡാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു റിവറ്റിനെ ഈ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ ഇറക്കി വയ്ക്കും. ഹോൾ ഇറക്കിയിട്ട് നമ്മൾ അപ്പോൾ ഇവിടെ ഷാങ്ക് ഇങ്ങനെ കുറച്ചിങ്ങനെ എൻലാർജ് ചെയ്ത് വരും അല്ലേ. ഈ ഷാങ്ക് കുറച്ച് നീളം കാണും ഇങ്ങോട്ടേക്ക്. അതിനെ നമ്മൾ അടിച്ചു പരത്തി അടുത്തൊരു ഹെഡ് ഇവിടെ ഫോം ചെയ്യിക്കും. അതിനെ നമ്മൾ ഫോർജ്ഡ് ഹെഡ് എന്നാണ് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ഫോർജ്ഡ് ഹെഡ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട് ഡ്രിവൺ ഹെഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനൊരു റിവറ്റ് ഉണ്ട്. അത് ഞാൻ എന്ത് ചെയ്തു? ഇതിലോട്ട് ഇങ്ങനെ ഇറക്കി വെച്ചപ്പോൾ ഇത്രയും ഭാഗം പിന്നെയും ബാക്കി കിടക്കണം അല്ലേ. അത്രയും ഭാഗത്തിന് എന്ത് ചെയ്യും? ഞാൻ ഹാമർ കൊണ്ട് അടിച്ചടിച്ച് അതിനെന്താക്കും? ഒരു ഹെഡിൻ്റെ രൂപത്തിലാക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഷോപ്പിൽ നിന്നും കൊണ്ടുവന്നപ്പോൾ ഉള്ള ഹെഡാണ്. അതിനെ മാനുഫാക്ചർഡ് ഹെഡ് എന്ന് വിളിക്കും. ഇതൊന്നും എന്താണ്? ഇപ്പോൾ നമ്മൾ ഫോർജിങ് പ്രോസസ്സ് എന്താണ്? നമ്മളൊരു മെറ്റലിനെ ഏതെങ്കിലും ഒരു ഷേപ്പിലേക്ക് നമ്മൾ പ്രസ് ചെയ്തെടുക്കും, അല്ലെങ്കിൽ ഹാമർ ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ ഫോർജിങ് പ്രോസസ്സ് എന്ന്. സോ ഇവിടെ നമ്മൾ ഫോർജിങ് പ്രോസസ്സ് വഴി ഉണ്ടാക്കുന്നതിന് നമ്മൾ ഫോർജ്ഡ് ഹെഡ് എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. ഇനി ഗ്രിപ്പ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസിനാണ് നമ്മൾ ഗ്രിപ്പ് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഡിസ്റ്റൻസിന് ഇതിനെ എന്ത് വിളിക്കും? പ്രൊട്രൂഡിങ് ഷാങ്ക്. അതായത് നമ്മൾ ഷാങ്ക് ഇറക്കി വെച്ചിട്ടും ബാക്കി ഇപ്പോൾ ഇത്രയായിരിക്കും ചിലപ്പോൾ മേ ബി ആ ഒരു ഈ രണ്ട് പ്ലേറ്റിലും കൂടി ഇറക്കിയപ്പോഴത്തേക്കും കയറിയത്, ബാക്കി ഇത്രയും ഭാഗം ബാക്കിയുണ്ടല്ലേ. അപ്പോൾ അത്രയും ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊട്രൂഡിങ് ഷാങ്ക് എന്ന് വിളിക്കും. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അടിച്ചു പരത്തി ഫോർജ്ഡ് ഹെഡാക്കി മാറ്റുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു റിവറ്റ്സ് ആർ കണക്റ്റഡ് ബൈ ഫോർജിങ് പ്രോസസ്സ് വഴിയാണ് നമ്മൾ റിവറ്റ്സ് കണക്ട് ചെയ്യുന്നത്. ഇനി നമ്മളൊരു ഒരു റിവറ്റ് എടുത്തു കഴിഞ്ഞാൽ റിവറ്റ് നമുക്ക് അതിൻ്റെ ഹെഡിൻ്റെ ബേസിൽ പലതരം റിവറ്റ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ മോഡലിൽ വരുന്ന ഇതിനെ നമ്മൾ സ്നാപ്പ് ഹെഡ് എന്ന് വിളിക്കും. നമ്മൾ സാധാരണ കാണുന്നത് സ്നാപ്പ് ഹെഡാണ്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് റിവറ്റ് ഹെഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്നാപ്പ് ഹെഡാണ്. പിന്നെ ഇങ്ങനെ ഫ്ലാറ്റ് ഹെഡഡ് വരും. ഇതിനെ എന്ത് വിളിക്കും? ഫ്ലാറ്റ് ഹെഡഡ് എന്ന് വിളിക്കും. പിന്നെ ഈ അത്രയും പോലെ വരത്തില്ല, മഷ്റൂം ഷേപ്പിൽ ഇങ്ങനെ വരും. ഇതെനിക്ക് തോന്നുന്നു മഷ്റൂം ഷേപ്പ് പോലെയാണ് നമുക്ക്. അപ്പോൾ അതിനെ നമ്മൾ മഷ്റൂം ഹെഡ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? മഷ്റൂം ഹെഡ് എന്ന് വിളിക്കും. ഓക്കെ, അങ്ങനെ 3 ടൈപ്പ് റിവറ്റ് ഹെഡാണ് മെയിനായിട്ടുള്ളത്: സ്നാപ്പ് ഹെഡ്, ഫ്ലാറ്റ് ഹെഡ്, മഷ്റൂം ഹെഡ്. ഇനി ഇതിൽ മോസ്റ്റ് കോമൺലി യൂസ്ഡ് റിവറ്റ് ഹെഡ് ഏതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സ്നാപ്പ് ഹെഡാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ സ്നാപ്പ് ഹെഡിൻ്റെ
ഈ ഒരു ഹെഡിൻ്റെ ഡയമീറ്ററിലെ ഈ ഒരു ഡയമീറ്റർ അത് ഞാൻ ക്യാപിറ്റൽ ഡി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഷാങ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ ഒരു പോർഷൻ, അതായത് ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഷാങ്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ ഷാങ്കിൻ്റെ ഡയമീറ്റർ ഞാൻ സ്മോൾ ഡി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഷാങ്കിൻ്റെ ലെങ്ത് ക്യാപിറ്റൽ എൽ ആണ്. ഓക്കെ, അപ്പോൾ ഹെഡിൻ്റെ ഡയമീറ്റർ ക്യാപിറ്റൽ ഡി, ഷാങ്കിൻ്റെ ഡയമീറ്റർ സ്മോൾ ഡി, ഷാങ്കിൻ്റെ ലെങ്ത് ക്യാപിറ്റൽ അല്ല. അപ്പോൾ ഈ ക്യാപിറ്റൽ ഡിയും സ്മോൾ ഡിയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു 1.6 ടൈംസ് സ്മോൾ ഡി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്, നോക്കി വെച്ചോളാം. അപ്പോൾ ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു 1.6 ടൈംസ് സ്മോൾ ഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയമീറ്റർ ഓഫ് ഹെഡ് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് റിവെറ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഷോപ്പ് റിവെറ്റും ഉണ്ട്, ഫീൽഡ് റിവെറ്റ്. ഷോപ്പ് റിവെറ്റിനും ഫീൽഡ് റിവെറ്റിനെയും നമുക്ക് അങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. ഇതിലേതാണ് സ്ട്രോങ്ങർ അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഷോപ്പ് റിവെറ്റിനെയും ഫീൽഡ് റിവെറ്റിനെയും വെച്ച് നോക്കുമ്പോൾ ഷോപ്പ് റിവെറ്റാണ് സ്ട്രോങ്ങറായിട്ട് വരുന്നത്. അതേപോലെ കോൾഡ് റിവൻ റിവെറ്റും ഉണ്ട്, ഹോട്ട് റിവൻ റിവെറ്റും ഉണ്ട്. അപ്പോൾ ഷോപ്പ് റിവെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോപ്പിൽ വെച്ച് തന്നെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന റിവെറ്റാണ് ഷോപ്പ് റിവെറ്റ്. ഫീൽഡ് റിവെറ്റ് എന്ന് പറഞ്ഞാൽ ഫീൽഡിൽ വെച്ച് നമ്മൾ റിവെറ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, റിവെറ്റ് മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ റിവെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കോൾഡ് റിവൻ റിവെറ്റും ഉണ്ട്, ഹോട്ട് റിവൻ റിവെറ്റും ഉണ്ട്. കോൾഡ് റിവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് സാധാരണ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൽ കുറച്ചുകൂടി ടെമ്പറേച്ചർ കുറച്ച് നമ്മൾ എന്ത് ചെയ്യും, ഫോർജിങ് പ്രോസസ്സ് ചെയ്യും. അതാണ് കോൾഡ് റിവൻ റിവെറ്റ്. ഹോട്ട് റിവൻ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കും. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1950 ഡിഗ്രി ഫാരൻഹൈറ്റ് എന്നാണ് ഹോട്ട് റിവൻ റിവെറ്റിൻ്റെ ടെമ്പറേച്ചർ. ഇനി ഈ കോൾഡ് റിവനും ഹോട്ട് റിവനും നോക്കുമ്പോൾ അണ്ടർ നോർമൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൽ സ്ട്രോങ്ങർ എന്ന് പറഞ്ഞാൽ കോൾഡ് ഡ്രിവൺ ആണ്. നോർമൽ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൽ ഏറ്റവും നല്ലത് ഏതാണ്, കോൾഡ് ഡ്രിവൺ ആണ് കൂടുതൽ സ്ട്രോങ്ങർ എന്ന് പറഞ്ഞാൽ. ഇനി പവർ ഡ്രിവണും ഉണ്ട്, ഹാൻഡ് ഡ്രിവണും ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാതാ പവറും ഹാൻഡും വെച്ച് നോക്കുമ്പോൾ ഏതാ സ്ട്രോങ്ങർ എന്ന് പറഞ്ഞാൽ പവർ ഡ്രിവൺ തന്നെയാണ് സ്ട്രോങ്ങർ. ഇനി ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. അതായത് ഫോർ ഫീൽഡ് റിവെറ്റ്സ് പെർമിസിബിൾ സ്ട്രെസ്സസ് ആർ റെഡ്യൂസ്ഡ് ബൈ 10%. അതായത് നമ്മൾ ഷോപ്പ് റിവെറ്റാണ് സ്ട്രോങ്ങർ എന്ന് പറഞ്ഞു, ഫീൽഡ് റിവെറ്റ് എന്ന് പറയുന്നത് അത്ര സ്ട്രോങ് അല്ല. അപ്പോൾ ഈ ഫീൽഡ് റിവെറ്റ്സിൽ നമ്മൾ കുറച്ച് നേരത്തെ പെർമിസിബിൾ സ്ട്രെസ്സസ് ഒക്കെ പറഞ്ഞല്ലേ, അപ്പോൾ ആ പെർമിസിബിൾ സ്ട്രെസ്സസ് ഒക്കെ ആർ റെഡ്യൂസ്ഡ് ബൈ 10%. ഇതിനെ നമ്മൾ വേറൊരു രീതിയിലും പറയുന്നുണ്ട്, റെഡ്യൂസ്ഡ് ടു എന്ന് പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് 90%. അപ്പം റെഡ്യൂസ്ഡ് ബൈ എന്ന് ഉദ്ദേശിക്കുന്നതാണ് എന്ത് മാത്രം അതിൻ്റെ സ്ട്രെങ്ത് നമ്മൾ കുറയ്ക്കും. ഓക്കെ, അതാണ് 10% കുറയ്ക്കും. അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ സ്ട്രെങ്ത് എത്രയായിട്ട് മാറും 90% ഓഫ് ദ ഷോപ്പ് റിവെറ്റായിട്ട് മാറും. ഫീൽഡ് റിവെറ്റിൻ്റെ പെർമിസിബിൾ സ്ട്രെസ്സസ് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ടു 90% എന്ന് പറഞ്ഞാൽ ഫീൽഡ് റിവെറ്റിൻ്റെ പെർമിസിബിൾ സ്ട്രെസ്സസ് ഷോപ്പ് റിവെറ്റിൻ്റെ 90% ആണ്. ഇനി റെഡ്യൂസ്ഡ് ബൈ 10% എന്ന് പറഞ്ഞാൽ എന്താണ്, ഫീൽഡ് റിവെറ്റിൻ്റെ പെർമിസിബിൾ സ്ട്രെസ്സസ് നമ്മൾ 10% കുറയ്ക്കണം വെൻ കമ്പയർഡ് ടു ഷോപ്പ് റിവെറ്റ് എന്നാണ് മീനിങ്. ഇത് രണ്ടും മാറി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്, അതായത് സ്ട്രെങ്ത് ഓഫ് ഫീൽഡ് റിവെറ്റ് ആസ് കമ്പയർഡ് ടു ഷോപ്പ് റിവെറ്റ് ഈസ് ഡാഷ്. ഇങ്ങനെ അതിൽ ഓപ്ഷനിൽ 90% ഉണ്ട്, 10% ഉണ്ട്, 80% ഉണ്ട്, 20% ഉണ്ടായിരുന്നു. അപ്പോൾ ആൻസർ ഏത് വരും, 90% ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, സ്ട്രെങ്ത് ഓഫ് ഫീൽഡ് റിവെറ്റിൻ്റെ സ്ട്രെങ്ത് വെൻ കമ്പയർഡ് ടു ഷോപ്പ് റിവെറ്റ് എത്രയാണ്, ഷോപ്പ് റിവെറ്റിൻ്റെ എത്രയാണ്, 90% ആണ് ഫീൽഡ് റിവെറ്റിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു IS കോഡൽ പ്രൊവിഷനും കൂടി പഠിക്കാനുണ്ട്. ഈ ഒരു പ്രൊവിഷൻ കണ്ട് നിങ്ങൾ ഞെട്ടേണ്ട, നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഓക്കെ, ആദ്യം നമുക്കൊന്ന് വായിക്കാം. ഇഫ് ദ എഫക്റ്റ് ഓഫ് വിൻഡ് ഓർ എർത്ത് ഫോഴ്സസ് ആർ കൺസിഡേർഡ്. ഓക്കെ, നമ്മുടെ ഡിസൈനിന് എന്താണ് എർത്ത് ഫോഴ്സസിൻ്റെയും വിൻഡിൻ്റെയും എഫക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. എന്തിൻ്റെയൊക്കെ എഫക്റ്റാണ്, വിൻഡ് ആൻഡ് എർത്ത് ഫോഴ്സസിൻ്റെ എഫക്റ്റാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, റിവറ്റും ബോൾട്ടും ഒക്കെ ഞാൻ ഡിസൈൻ ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഞാൻ യൂസ് ചെയ്യുന്ന പെർമിസിബിൾ സ്ട്രെസ്സസ് എന്ന് പറയുന്നത് ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ 25%. അതായത് പെർമിസിബിൾ സ്ട്രെസ് എക്സ് ആണെങ്കിൽ അതിൻ്റെ അതായത് സാധാരണഗതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ പെർമിസിബിൾ സ്ട്രെസ് എക്സ് ആണെന്ന് വയ്ക്കാം. വിൻഡും എർത്തിക്വിക് ഫോഴ്സും കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിനെ 1.25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 25% അതിൻ്റെ പെർമിസിബിൾ സ്ട്രെസ് കൂട്ടണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി in the design of structural members the permissible stresses should be increased by 33.33%. ശരിക്കും ഇതാണ് നമുക്കിപ്പോൾ ആവശ്യം. ഇത് ഏതാ R6ലാണ് വരുന്നത്. സ്ട്രക്ചറൽ മെമ്പേഴ്സൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്താണെങ്കിൽ വിൻഡും എർത്തിക്വിക് ഫോഴ്സസും വരുമ്പോൾ അവിടെ 33.33% വേണം ഇൻക്രീസ് ചെയ്യാനായിട്ട്. അതായത് എക്സിലാണ് നമ്മുടെ പെർമിസിബിൾ സ്ട്രെസ് എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ വിൻഡും എർത്തിക്വിക് ഫോഴ്സ് നമ്മൾ സ്ട്രക്ചറൽ മെമ്പറിൻ്റെ ഡിസൈനിന് കൺസിഡർ ചെയ്യുമ്പോൾ X × 1.333
കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 33.33% നമ്മൾ ഇത് കൂട്ടണമെന്ന് പറഞ്ഞു. സ്ട്രെങ്ത് പെർമിസിബിൾ സ്ട്രെസ്സസ് എല്ലാം ഇൻക്രീസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുമ്പോൾ ഇത് നിങ്ങൾ നോക്കിക്കോളം. വിൻഡോ എർത്തിക്ക് ഫോഴ്സ് ആയിരിക്കണം. അതിൽ റിവറ്റ് ആൻഡ് ബോൾട്ടിൻ്റെ കേസാണ് പറയുന്നത് 25% ആണ് ഇൻക്രീസ് ചെയ്യേണ്ടത്. സ്ട്രക്ചർ മെമ്പറിനാണെങ്കിൽ 33.33% ആണ് ഇൻക്രീസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ടേംസ് ആണ് പഠിക്കാനുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡയമീറ്റർ ഓഫ് ഹെഡ് ആയിരുന്നു. ഇനി അങ്ങോട്ട് പറയുന്ന ഈ ഒരു നൊട്ടേഷൻസ് കറക്റ്റായിട്ട് അറിഞ്ഞാൽ നമുക്കിനി പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡയമീറ്റർ ഓഫ് ഹെഡ്. അതായത് ഇതാണ് എൻ്റെ റിവറ്റ്. ആ റിവറ്റിൻ്റെ ഈ ഹെഡിൻ്റെ ഡയമീറ്ററാണ് ക്യാപിറ്റൽ ഡി. സ്മോൾ ഡി ഞാൻ പറഞ്ഞു എന്താണ്? ഡയമീറ്റർ ഓഫ് ഷാങ്ക് ആണ്. ഓക്കെ, അപ്പോൾ ഡയമീറ്റർ ഓഫ് ഷാങ്ക് അല്ലെങ്കിൽ നോമിനൽ ഡയമീറ്റർ അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് റിവറ്റ് ഓർ ബോൾട്ട്. ഇവിടെ ഇപ്പോൾ റിവറ്റ് ഓർ ബോൾട്ട് എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം റിവറ്റിനും ബോൾട്ടിനും സെയിം ആണ്. ഓക്കെ, റിവറ്റിനും ബോൾട്ടിനും സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ സ്മോൾ ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ഷാങ്ക് അല്ലെങ്കിൽ നോമിനൽ ഡയമീറ്റർ അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് റിവറ്റ് ഓർ ബോൾട്ട്. അപ്പോൾ ഇത് കാണാതെ തന്നെ പഠിക്കണം കേട്ടോ, നന്നായിട്ട് അറിഞ്ഞു വയ്ക്കണം ഇത്. അപ്പോൾ നമ്മുടെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ്? ബോൾട്ടിനെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സൈസ് ഓഫ് എ റിവറ്റ് ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഡയമീറ്റർ ഓഫ് ഷാങ്ക്. ഓക്കെ, സൈസ് ഓഫ് എ റിവറ്റ് ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ ഡയമീറ്റർ ഓഫ് ഷാങ്ക്. ഷാങ്കിൻ്റെ ഡയമീറ്ററിനെ വെച്ചിട്ടാണ് നമ്മളൊരു റിവറ്റിൻ്റെ സൈസ് പറയുന്നത്. ഓക്കെ, ഇനി ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യും. അതെന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ഹോൾ. നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്? റിവറ്റിൻ്റെ ഡയമീറ്റർ, അതായത് ഷാങ്കിൻ്റെ ഡയമീറ്റർ ആയിരുന്നു അല്ലേ. അപ്പോൾ ഡയമീറ്റർ ഓഫ് ഷാങ്കിന് പകരം ഡയമീറ്റർ ഓഫ് ഹോൾ. അതായത് നമ്മളെപ്പോഴും ഇങ്ങനൊരു പ്ലേറ്റിൽ എനിക്ക് റിവറ്റ് ചെയ്യണം. റിവറ്റ് ചെയ്യുന്നതിന് സമയത്ത് നമ്മൾ എന്താണ്? ഇവിടെ ആദ്യം ഒരു ഹോൾ ഉണ്ടാക്കണം. ആ ഉണ്ടാക്കുന്ന ഹോള് നമ്മുടെ ഈ ഒരു റിവറ്റ് നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കുമ്പോൾ സെയിം ഡയമീറ്ററാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഇറങ്ങി പോവും? ഇല്ല, അപ്പം തന്നെ ആ റിവറ്റ് അങ്ങ് കേടാവും. ഓക്കെ, അപ്പോൾ എന്താണ്? നമ്മൾ ഈ ഒരു ഉണ്ടാക്കുന്ന ഹോളെന്ന് പറഞ്ഞാൽ ഈ റിവറ്റിനേക്കാളും കുറച്ചുകൂടെ വലിയ ഡയമീറ്ററിൽ വേണം ഉണ്ടാക്കാനായിട്ട്. എത്രയാണ് കൂട്ടേണ്ടതെന്നൊക്കെ നമുക്ക് IS കോഡൽ പ്രൊവിഷൻസ് ഉണ്ട്. അപ്പോൾ ഇതറിയാം. നമ്മുടെ ഉണ്ടാക്കുന്ന റിവറ്റ് എന്ന് പറയുന്നത്, റിവറ്റിൻ്റെ ഹോളെന്ന് പറയുന്നത് റിവറ്റിൻ്റെ ഷാങ്കിൻ്റെ ഡയമീറ്ററിനേക്കാളും കുറച്ചുകൂടെ കൂട്ടിയാണ് നമ്മൾ എടുക്കുന്നത്. അതിനെയാണ് നമ്മൾ ഡി ഡാഷ് എന്ന് പറയുന്നത്. ഡയമീറ്റർ ഹോൾ അല്ലെങ്കിൽ ഗ്രോസ് ഡയമീറ്റർ അല്ലെങ്കിൽ എഫക്റ്റീവ് ഡയമീറ്റർ എന്നൊക്കെ വിളിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സൈസ് ഓഫ് റിവറ്റ് എന്ന് പറഞ്ഞാൽ ഡെസിഗ്നേറ്റഡ് ബൈ ഡയമീറ്റർ ഓഫ് ഷാങ്ക് ആണ്. സൈസ് ഓഫ് റിവറ്റ് ഇസ് ഡെസിഗ്നേറ്റഡ് ബൈ ഡയമീറ്റർ ഓഫ് ഷാങ്ക്. ഇനി ഡിസൈൻ കൺസിഡറേഷൻസ് ഓഫ് റിവറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഒരു സ്ട്രക്ചറിൽ നമ്മൾ ഹോൾ ഇടുമ്പോൾ അവിടുത്തെ റിവറ്റിൻ്റെ സൈസിനേക്കാളും കുറച്ചുകൂടെ കൂട്ടി വേണം എടുക്കാൻ. അപ്പോൾ ഞാൻ പറയുവാണ് ഡി ഡാഷ് എന്ന് പറയുന്നതാണ് എന്ത് പറഞ്ഞു? ഞാനിപ്പോൾ പറഞ്ഞത് ഡയമീറ്റർ ഓഫ് ഹോൾ അല്ലെങ്കിൽ ഗ്രോസ് ഡയമീറ്റർ അല്ലെങ്കിൽ എഫക്റ്റീവ് ഡയമീറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഡയമീറ്റർ ഓഫ് ഹോൾ എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ഷാങ്കിൻ്റെ കൂടെ 1.5 mm കൂട്ടണം. എപ്പോഴാണ്? ഇഫ് ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 mm. അതായത് ഡി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ ഷാങ്കിൻ്റെ ഡയമീറ്റർ. ഷാങ്കിൻ്റെ ഡയമീറ്റർ 25 mm കുറവാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ഹോളിൻ്റെ ഡയമീറ്റർ ഷാങ്കിൻ്റെ ഡയമീറ്ററിനേക്കാളും 1.5 mm കൂടുതലായിരിക്കണം. ഇനി ഡി ഡാഷ് എന്ന് പറയുന്നത് D+2 mm ആവും. എപ്പോഴാണ്? എൻ്റെ ഡയമീറ്റർ ഓഫ് ആ ഒരു റിവറ്റ് അല്ലെങ്കിൽ ഷാങ്കിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 25 mm ആണെങ്കിൽ എൻ്റെ ഹോളിൻ്റെ ഡയമീറ്റർ ഞാൻ 2 mm കൂട്ടിക്കൊടുക്കണം. ഓക്കെ, ഇത് എപ്പോഴും എക്സാമിന് മാറി മാറി ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഇത് കാണാതെ പഠിക്കുക. ഓക്കെ, നല്ല വൃത്തിക്ക് തന്നെ പഠിച്ചു വയ്ക്കണം. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഡയമീറ്റർ കണ്ടുപിടിക്കാം. അതായത് ഡയമീറ്റർ ഓഫ് ഷാങ്ക് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അതെന്ന് പറയുന്നത് 6.05√T അല്ലെങ്കിൽ ഓപ്ഷനിൽ 6.01√T എന്ന് PSCക്ക് ആൻസർ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ T എന്ന് പറയുന്നത് നമ്മുടെ സ്മോൾ, അതായത് തിക്നെസ് ഓഫ് പ്ലേറ്റ് ആണ്. തിക്നെസ് ഓഫ് പ്ലേറ്റ്. പക്ഷേ ഇതെന്ന് പറഞ്ഞ ഒരു പ്ലേറ്റ് ആണല്ലേ. ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ മറ്റൊരു പ്ലേറ്റ് കൊണ്ടുവന്ന് ഇങ്ങനെ കണക്ട് ചെയ്യുമെന്ന് വെച്ചോ. ഇതിൻ്റെ രണ്ടിൻ്റെയും തിക്നെസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഏത് തിക്നെസ് എടുക്കും? തിക്നെസ് ഓഫ് സ്മോളർ പ്ലേറ്റ്. സ്മോളർ തിക്നെസ് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഓക്കെ, സ്മോളർ തിക്നെസ് വേണം നമ്മളിവിടെ Tക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 2 ഡിഫറെൻറ്റ് പ്ലേറ്റ്സ് ഉണ്ട്. ഇങ്ങനെ 2 ഡിഫറെൻറ്റ് പ്ലേറ്റ്സ് ഉണ്ട്. ആ 2 ഡിഫറെൻറ്റ് പ്ലേറ്റിനെയും ഞാൻ കണക്ട് ചെയ്യുന്ന സമയത്ത് തിക്നെസ് ഓഫ് സ്മോളർ പ്ലേറ്റ് വേണം നമ്മൾ ഇവിടെ എന്താണ് D കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ഈ ഇക്വേഷൻ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട് അൺവിൻസ് ഫോർമുല എന്ന് വിളിക്കും. എന്താണ് അൺവിൻസ് ഫോർമുല? ഇത് അൺവിൻസ് ഫോർമുല എന്താണെന്ന് വരെ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഓക്കെ, അപ്പോൾ 6.05√T. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലമായിട്ടും ചോദിച്ചിട്ടുണ്ട്. അതായത് തിക്നെസ് 2 തിക്നെസ് ഓഫ് പ്ലേറ്റ് തന്നിരിക്കും. അതിന് വെച്ചിട്ട് നിങ്ങൾ ഡയമീറ്റർ ഓഫ് റിവറ്റ് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ എന്ത് ചെയ്യണം? സ്മോളർ തിക്നെസ് എടുക്കുക, അതിൻ്റെ റൂട്ട് എടുക്കുക, അതേ × 6.05 ചെയ്യുക. ഓക്കെ, ഇനി
അപ്പോൾ അത് റിലേറ്റഡ് ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് ഡയമീറ്റർ ആൻഡ് നോമിനൽ ഡയമീറ്റർ ഫോർ ദ റിവറ്റ്സ് അപ് ടു 25 mm ഡയമീറ്റർ ഈസ്. ഓക്കെ, ഗ്രോസ് ഡയമീറ്റർ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഗ്രോസ് ഡയമീറ്റർ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഡി ഡാഷ് എന്നാണ്. നോമിനൽ ഡയമീറ്റർ എന്ന് പറയുന്നത്, നോമിനൽ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? ഡയമീറ്റർ ഓഫ് ഷാങ്ക്. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡി ആണ്. സോ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് ഡയമീറ്റർ ആൻഡ് നോമിനൽ ഡയമീറ്റർ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർ റിവറ്റ്സ് അപ് ടു 25 mm ഡയമീറ്റർ, അതായത് ഡി എന്ന് പറയുന്നത് 25 mm ആണ്, അല്ലെങ്കിൽ അപ് ടു 25 mm ആണ്. അന്നേരം ഈ ഡിഫറൻസ് എത്രയെന്നാണ് ചോദിക്കുന്നത്. നമ്മളപ്പോൾ ഇപ്പോൾ തൊട്ട് മുന്നേ ഒരു IS കോഡിൽ പ്രൊവിഷൻ പഠിച്ചതേ ഉള്ളൂ. എന്താണ്? ഡി ഡാഷ് ഇസ് ഈക്വൽ ടു ഡി പ്ലസ് 1.5 mm ഫോർ ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 mm. ഇത് തന്നെയല്ലേ അവിടെയും ചോദിച്ചിരിക്കുന്നത്. ഡി എന്ന് പറയുന്നത് 25 mm താഴെ ആയിരിക്കണം, അല്ലെങ്കിൽ അപ് ടു 25 mm ആയിരിക്കുമ്പോൾ ഡി ഡാഷ് മൈനസ് ഡി എത്രയെന്നാണ് ചോദിച്ചത്? ഡി ഡാഷ് മൈനസ് ഡി. അപ്പോൾ ഇതിന് ഡി ഡാഷ് മൈനസ് ഡി ഈസ് ഈക്വൽ ടു 1.5 mm എന്ന് വരും. അതാണ് ആൻസർ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെയാണ് വരുന്നതെന്ന് അറിഞ്ഞിരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടത് ഇടയ്ക്ക്. ഇനി ഇഫ് ദ തിക്നെസ് ഓഫ് പ്ലേറ്റ് ഈസ് ടു ബി കണക്റ്റഡ് ബൈ റിവറ്റ് ഈസ് 16 mm. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു തിക്നെസ്സേ പറയുന്നുള്ളൂ. എത്രയാണ് തിക്നെസ്? ടി എന്ന് പറയുന്നത് 16 mm എന്നാണ് പറയുന്നത്. സ്യൂട്ടബിൾ സൈസ് ഓഫ് റിവറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, അതായത് ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ബൈ ആസ് പെർ അൺമിൻസ് ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അൺമിൻസ് ഫോർമുല എന്താണ്? ഡി ഈസ് ഈക്വൽ ടു 6.05 റൂട്ട് ടി എന്നാണ്. സോ ഇവിടെ എന്ത് ചെയ്യുമ്പോഴത്തേക്കും ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 ആണ്. സോ 6.05 ഇൻറ്റു റൂട്ട് 16 എത്രയാണ്? 4. സോ 6.05 ഇൻറ്റു 4 എന്ന് പറയുന്നത് കറക്റ്റ് 24 അല്ല, 24 പോയിൻറ്റ് സംതിങ് ഒക്കെ വരും. പക്ഷേ ഓപ്ഷൻ ഞാനിവിടെ കൊടുത്തിട്ടില്ല. ഓപ്ഷനിൽ 23, 21, 24, 25 ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? 24 mm ആണ് എടുക്കേണ്ടത്. ഇനി എപ്പോഴും തിക്നെസ് എടുക്കുമ്പോൾ ഇവിടെ ഒരു തിക്നെസ്സേ കൊടുത്തിട്ടുള്ളൂ. 2 തിക്നെസ് വരുവാണെങ്കിൽ സ്മോളർ വേണം എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ പഠിച്ചു പോയാൽ മാത്രം പോരാ, ഇതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ എങ്ങനെ വരുമെന്ന് കൂടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഇങ്ങനെ ടേംസ് യൂസ്ഡ് ഇൻ റിവറ്റഡ് ആൻഡ് ബോൾട്ടഡ് കണക്ഷൻ, അതാണ് അടുത്ത് പറഞ്ഞത്. ഈ പറയുന്ന ടേംസ് നമ്മൾ റിവറ്റിലാണെങ്കിലും ബോൾട്ടിലാണെങ്കിലും സെയിം ആണ്. അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് എന്താണ് ഗേജ് അല്ലെങ്കിൽ ബാക്ക് പിച്ച് എന്നാണ്. ഗേജ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ നോക്കിക്കേ, ഇതെന്ന് പറയുന്നത് 2 പ്ലേറ്റ് ആണ്. അത് ഇത് ഒരു പ്ലേറ്റും ആൻഡ് ദിസ് ഈസ് അനദർ പ്ലേറ്റ്. ഇതിനെ രണ്ടിനും ഞാൻ റിവറ്റ് കൊണ്ട് കണക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഇതിലേക്ക് എന്താ ലോഡ് വരുന്നത് കണ്ടോ? ഒരു ടെൻസൈൽ ഫോഴ്സാണ് ഇവിടെ പി എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നത്. ഈ ലോഡ് ആക്ട് ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഏത് ഡയറക്ഷനാണ്? ലോഡ് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ. ആ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ അഡ്ജസൻറ്റ് റിവറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ ഗേജ് എന്ന് വിളിക്കുന്നത്. ലോഡ് ആക്ട് ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ അഡ്ജസൻറ്റ് റിവറ്റ്സ് തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്, അതിനെയാണ് ഗേജ് എന്ന് പറയുന്നത്. ഇനി പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലോഡ് ആക്ട് ചെയ്യുന്നതിന് പാരലൽ ഡയറക്ഷൻ, അതായത് ഇങ്ങനെ തന്നെ ലോഡ് ആക്ട് ചെയ്യുന്ന ഈ ഡയറക്ഷനാണ്. സോ അതേ ഡയറക്ഷനിൽ അഡ്ജസൻറ്റ് റിവറ്റ്സ് തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിനെയാണ് പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ എല്ലാം പറയുന്നതാണ് വിത്ത് റെസ്പെക്ട് ടു ദിസ് ലോഡാണ് നമ്മൾ എല്ലായിടത്തും പറയുന്നത്. ഓക്കെ, ഇനി എൻഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എഡ്ജ് ഡിസ്റ്റൻസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ മാർജിനൽ ഡിസ്റ്റൻസ് എന്നും വിളിക്കും. ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ഇ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇപ്പോൾ എൻഡ് ഡിസ്റ്റൻസ് ഇതൊന്നും എഡ്ജ് ഡിസ്റ്റൻസ് ഇതൊന്നും പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. ബട്ട് നമ്മുടെ IS കോഡിൽ ഒരേ ഒരു ഡെഫിനിഷനെ ഇതിന് പറയുന്നുള്ളൂ. അതായത് ഡിസ്റ്റൻസ് ഓഫ് നമ്മുടെ എഡ്ജ് ഓഫ് പ്ലേറ്റ്. ഇപ്പോൾ ഈ ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ ആ പ്ലേറ്റിൻ്റെ എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് മുതൽ ഈ ഒരു എഡ്ജ് മുതൽ സെൻറ്റർ ഓഫ് ഔട്ടർമോസ്റ്റ് റിവറ്റ്. അപ്പോൾ ഈ ഒരു പ്ലേറ്റ് നോക്കുന്ന സമയത്ത് ഔട്ടർമോസ്റ്റ് റിവറ്റ് ഏതാണ് വരുന്നത്? ഇത് രണ്ടുമാണ് അല്ലേ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു എഡ്ജ് മുതൽ ഔട്ടർമോസ്റ്റ് റിവറ്റിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ഇറ്റ് ക്യാൻ ബി മെഷേർഡ് പാരലൽ ഓർ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ലോഡ്. ഇതാണ് ലോഡ്. അത് ഒന്നുകിൽ എനിക്കിങ്ങനെ പാരലായിട്ട് മെഷർ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് മെഷർ ചെയ്യാം. ഇതിനെ രണ്ടിനെയും ഞാൻ എന്ത് തന്നെയാണ് പറയുന്നത്? എഡ്ജ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എൻഡ് ഡിസ്റ്റൻസ് എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ രണ്ടായിട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് എഡ്ജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ എന്നും എൻഡ് ഡിസ്റ്റൻസ് പാരലൽ ഡയറക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അങ്ങനെ IS കോഡിൽ പറയുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ നമുക്ക് പാരലൽ ടു ദ ഡയറക്ഷൻ മെഷർ ചെയ്യാം, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ മെഷർ ചെയ്യാം. ഏതാണെങ്കിലും അതിനെ എന്ത് വിളിക്കും? എഡ്ജ് ഡിസ്റ്റൻസ്, എൻഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മാർജിനൽ ഡിസ്റ്റൻസ് എന്ന് വിളിക്കും. അപ്പോൾ ആ റിവറ്റിൻ്റെ ഒരു പ്ലേറ്റിൻ്റെ എഡ്ജ് മുതൽ ഔട്ടർമോസ്റ്റ് റിവറ്റിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയും മെഷർ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയും നമുക്ക് പറയാമല്ലോ. രണ്ടും എന്ത് തന്നെയാണ്? എഡ്ജ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എൻഡ് ഡിസ്റ്റൻസ് തന്നെയാണ്.
ഓക്കെ. ഇനി പിച്ചിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പി ആണ്, ഗേജിനെ സ്മോൾ ജി എന്ന് ഡിനോട്ട് ചെയ്ത്, എൻ്റെ ഡിസ്റ്റൻസ് സ്മോൾ ഇ എന്ന് ഡിനോട്ട് ചെയ്തു. ഇനി അടുത്തുള്ളത് ഡയഗണൽ പിച്ച് എന്താണെന്നാണ്. ഡയഗണൽ പിച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം എന്താ കറക്റ്റായിട്ട് ഇതാ ഇങ്ങനെയാണ് റിവറ്റ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സപ്പോസ് ഇങ്ങനെ അല്ല പ്ലേസ് ചെയ്തേക്കെന്ന് വയ്ക്കാം. സപ്പോസ് ഇതാ ഇങ്ങനെയാണ് അതായത് ഡയഗണലി, അതായത് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇങ്ങനെയാണ് ഞാൻ റിവറ്റ്സ് പ്ലേസ് ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിൽ ഡയഗണൽ പിച്ച് എന്ന് പറഞ്ഞാൽ ഈ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് റിവറ്റ്സ് ആണ്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ വരച്ചതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ എൻ്റെ റിവറ്റ്സ് പ്ലേസ് ചെയ്യുന്നത്. അതാണ് ഡയഗണലി അല്ലെങ്കിൽ സ്റ്റാഗേർഡ് ആയിട്ടാണ് ഞാനിവിടെ റിവറ്റ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് റിവറ്റ്സ് തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ ഡയഗണൽ പിച്ച് എന്ന് വിളിക്കുന്നത്. ഡയഗണൽ പിച്ച് അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട് സ്റ്റാഗേർഡ് പിച്ച്. എന്താണ് സ്റ്റാഗേർഡ് പിച്ച്? അപ്പോൾ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ സ്റ്റാഗേർഡ് റിവറ്റ്സ് മെഷേർഡ് പാരൽ ടു ദ ലോഡ്. പിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പാരൽ ടു ദ ലോഡാണ്. സോ ഡയഗണൽ പിച്ച് എന്ത് തന്നെയാണ്? പാരൽ ടു ദ ലോഡ് തന്നെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഈ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇതെന്ത് തന്നെയാണ് സ്റ്റാഗേർഡ് പിച്ചാണ്, അല്ലെങ്കിൽ ഇത് മുതൽ ഇതുവരെ ഉള്ളതും സ്റ്റാഗേർഡ് പിച്ചാണ്, ഇതുതൊട്ട് ഇതുവരെയുള്ള സ്റ്റാഗേർഡ് പിച്ചാണ്. സോ ഇതെല്ലാം എന്താണ്? സ്റ്റാഗേർഡ് പിച്ചാണ്. അഡ്ജസൻറ്റ് റിവറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് മെഷേർഡ് പാരൽ ടു ദ ലോഡ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള ഡിസൈൻ ക്രൈറ്റീരിയ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഡിസൈൻ ക്രൈറ്റീരിയ ആയിട്ടും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് സിമ്പിൾ പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ഫസ്റ്റ് പറയുന്നത് പിച്ചാണ്. ഓക്കെ, എന്താണ് പിച്ച്? ഓക്കെ, പിച്ചിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പി എന്ന ലെറ്റർ കൊണ്ടാണ്. പിച്ച് മാക്സിമം പിച്ചുണ്ട്, മിനിമം പിച്ചുണ്ട്. ഓക്കെ, ഞാൻ ആദ്യം പറയുന്നത് മിനിമം പിച്ചാണ്. മിനിമം പിച്ച് എന്ന് പറഞ്ഞത് 2.5 ടൈംസ് സ്മോൾ ഡി. സ്മോൾ ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ റിവറ്റിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ ഷാങ്കിൻ്റെ ഡയമീറ്റർ എന്ന് പറയാം. 2.5 ഡി ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ മിനിമം പിച്ച് കിട്ടും. അപ്പോൾ റിവറ്റിൻ്റെ ഡയമീറ്റർ ഇൻറ്റു 2.5 ചെയ്യുക, അപ്പോൾ അവിടുത്തെ മിനിമം പിച്ച് കിട്ടി. ഇനി നമുക്കവിടെ പി മാക്സ് ഉണ്ട്, അതായത് മാക്സിമം പിച്ച് എന്ന് പറയുന്നത് ഈക്വൽ ടു, അതിന് 2 കണ്ടീഷനാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് 16T ഓർ 200 mm. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ തിക്നെസ് ഓഫ് പ്ലേറ്റ് തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് എഴുതാം 12T ഓർ 200 mm. ഇത് രണ്ടും പറയുന്നത്, ഈ ഒരു വാല്യൂ പറയുന്നത് ഫോർ ടെൻഷൻ മെമ്പറാണ്, ആൻഡ് ദിസ് ഈസ് ഫോർ കംപ്രഷൻ മെമ്പർ. ഓക്കെ, ഇനി നമുക്കിവിടെ 2 വാല്യൂ ഉണ്ടല്ലേ, 16T അല്ലെങ്കിൽ 200 mm ടെൻഷൻ മെമ്പർ ആണെങ്കിൽ. അപ്പോൾ ഇതിൽ ഏത് വാല്യൂ എടുക്കും? ഇതിൽ ലെസ്സർ ആയിട്ടുള്ള വാല്യൂ വേണം എടുക്കാനായിട്ട്. ഇതിൽ ലെസ്സർ ആയിട്ടുള്ള വാല്യൂസ് വേണം എടുക്കാൻ. ഓക്കെ, ഒന്നുകിൽ ടെൻഷൻ മെമ്പർ ആണെന്ന് പറയുകയാണെങ്കിൽ 16T അല്ലെങ്കിൽ 200 mm അത് ചെയ്യുമ്പോഴത്തേക്കും ഏതാണോ ലെസ്സർ വാല്യൂ കിട്ടുന്നത് അതാണ് അവിടുത്തെ മാക്സിമം പിച്ച്. അല്ലെങ്കിൽ കംപ്രഷൻ മെമ്പർ എടുത്തു കഴിഞ്ഞാൽ 12T അല്ലെങ്കിൽ 200 mm ചെയ്യുക, അതിലേതാണോ ചെറിയ വാല്യൂ അതാണ് പി മാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത് വരുന്നത് നമ്മുടെ എഡ്ജ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എൻഡ് ഡിസ്റ്റൻസ്. എഡ്ജ് ഡിസ്റ്റൻസ് അതിലും ഈ മാക്സും ഈ മിനിമം നമുക്ക് പഠിക്കാനുണ്ട്. ഈ മിനിമം അതിൽ 2 വാല്യൂസ് ഉണ്ട്. ദാറ്റ് ഈസ് 1.7 ഡി ഡാഷ്. ഡി ഡാഷ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു റിവറ്റ് ഹോളിൻ്റെ ഡയമീറ്ററാണ്. അല്ലെങ്കിൽ നമുക്ക് 1.5 ഡി ഡാഷ് എന്ന് പറയാം. ഇതിൽ 1.7 ഡി ഡാഷ് നമ്മൾ പറയുന്നത് ഫോർ ഹാൻഡ് കട്ട് എഡ്ജസ് ആണ്. എന്താണ്? ഫോർ ഹാൻഡ് കട്ട് എഡ്ജസിനാണ് നമ്മൾ ഈ 1.7 ഡി ഡാഷ് പറയുന്നത്. അതായത് ഞാൻ എന്തായിരുന്നു എഡ്ജസ് എല്ലാം കട്ട് ചെയ്യുന്നത് കൈ കൊണ്ടാണ്. ഇനി ഞാൻ മെഷീൻ കൊണ്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ, മെഷീൻ കട്ട് എഡ്ജസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് 1.5 ഡി ഡാഷ് വരുന്നത്. ഇനി ക്വസ്റ്റ്യനിലൊന്നും പറഞ്ഞിട്ടില്ല മിനിമം എഡ്ജ് ഡിസ്റ്റൻസ് ആണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഹാൻഡ് കട്ടാണോ മെഷീൻ കട്ടാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെടുക്കണം? ഈ മെഷീൻ കട്ടിൻ്റെത് വേണം എടുക്കാൻ. 1.5 ഡി ഡാഷ് വേണം എടുക്കാൻ. ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടെ ഉള്ളത് ഈ മാക്സിമം എഡ്ജ് ഡിസ്റ്റൻസ്. ഈ മാക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 12T എപ്സിലോൺ ആണ്. ടി തിക്നെസ് ഓഫ് പ്ലേറ്റ് അറിയാം. ഇനി എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു √250 ഡിവൈഡഡ് ബൈ FI. FI എന്ന് പറഞ്ഞാൽ ഈൽഡ് സ്ട്രെങ്ത്. നമ്മൾ ഏതാണോ സ്റ്റീൽ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത്. ഞാനിപ്പോൾ പറയുവാണ്, എൻ്റെ കയ്യിലുള്ളത് മൈൽഡ് സ്റ്റീലാണെന്ന് പറയുവാണ്. മൈൽഡ് സ്റ്റീലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ മാക്സ് എന്ത് വരും? ഈ മാക്സ് ഇസ് ഈക്വൽ ടു 12T എപ്സിലോൺ എന്ന് പറഞ്ഞാൽ √250 ബൈ FI ആണ്. മൈൽഡ് സ്റ്റീലിൻ്റെ FI എത്ര തന്നെയാണ്? 250 തന്നെയാണ്. സോ നമുക്ക് എഴുതാം 12T എന്ന് എഴുതാം. ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ലാസ്റ്റായിട്ട് ഒന്നും കൂടി നോക്കാനുള്ളത്, നമ്മൾ ഒന്നും കൂടി പഠിച്ചില്ലേ
ഗേജ് അല്ലെങ്കിൽ ബാക്ക് പിച്ച്. ഗേജ് ഓർ ബാക്ക് പിച്ച് ജി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ ജി എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 100+40 ഓർ 200 mm. എന്താണ് 100+40 ഓർ 200 mm. ഇതിൽ കൂടാൻ പാടില്ല. ഇതിലേതാണ് വിച്ച് എവർ ഈസ് ലെസ് ഫോർ ടെൻഷൻ. അതെന്ന് പറയുന്നത് ടെൻഷനോ കംപ്രഷൻ മെമ്പറോ ആവാം. ഓക്കെ, നമ്മൾ നേരത്തെ പിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ടെൻഷനും കംപ്രഷനും സെപ്പറേറ്റ് പറഞ്ഞു. ഇവിടെ ടെൻഷൻ മെമ്പർ ആയാലും കംപ്രഷൻ മെമ്പർ ആയാലും ഗേജ് എന്ന് പറഞ്ഞാൽ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 100+40 ഓർ 200 mm. ഇതിലേതാണോ ചെറിയ വാല്യൂ വരുന്നത് അതിൽ കൂടാൻ പാടില്ല. അതാണ് ഡിസൈൻ ക്രൈറ്റീരിയാസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും വളരെ ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞത് അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകിൽ തിയറി ആയിട്ട് ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പ്രോബ്ലംസ് ആയിട്ടാണ്. പ്രോബ്ലം ഒന്നും ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമില്ല. ഇവിടെ ഇപ്പോൾ 2.5D നമ്മുടെ ഡയമീറ്റർ ഓഫ് റിവറ്റ് എത്രയാണ്, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മിനിമം പിച്ച് എത്രയാണ് എന്ന് ചോദിച്ചാൽ 2.5 ഇൻറ്റു ആ ഡയമീറ്റർ ഓഫ് റിവറ്റ്, അത്രയും അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ തിക്നെസ് ഓഫ് ദ തിന്നസ്റ്റ് ഔട്ട്സൈഡ് പ്ലേറ്റ് ഇസ് 10 mm. ഓക്കെ, തിന്നസ്റ്റ് പ്ലേറ്റിൻ്റെ തിക്നെസ് ടി തന്നിട്ടുണ്ട്. എത്രയാണ്? 10 mm ആണ് തന്നിട്ടുണ്ട്. ദെൻ ദ മാക്സിമം പിച്ച് ഓഫ് റിവറ്റ് ഇൻ ടെൻഷൻ വിൽ ബി ടേക്കണസ്. മാക്സിമം പിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പി മാക്സ്, അതേപോലെ ഇവിടെ എന്ത് പറയുന്നുണ്ട്? ടെൻഷനാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ടെൻഷൻ ആണെന്നുണ്ടെങ്കിൽ പി മാക്സിൽ നമ്മളൊരു കണ്ടീഷൻ പറഞ്ഞു, എന്താണ്? 16T ഓർ 200 mm. എന്താണ്? 16T അല്ലെങ്കിൽ 200 mm വിച്ച് എവർ ഈസ് ലെസ്. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ടി എത്രയാണ്? 10 ആണ് വരുന്നത്. അപ്പോൾ 16 × 10 എന്ന് പറയുന്നത് 160 mm വരും. പിന്നെ ഏതാണുള്ളത്? 200 mm. അപ്പോൾ 160 അല്ലെങ്കിൽ 200 mm ഇതിൽ ഏതാണോ കുറവ് അത് വേണം എടുക്കാം. അപ്പോൾ നമ്മളിവിടെ ആൻസർ ചെയ്ത് വരും 160 mm ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ജോയിൻസ് ആണ്. ടൈപ്സ് ഓഫ് ജോയിൻസിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാപ്പ് ജോയിൻറ്റ്. ലാപ്പ് ജോയിൻറ്റ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാ. ഇതെന്ന് പറയുന്നത് നമുക്കിവിടെ ഫിഗറുണ്ട്, നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ രണ്ട് പ്ലേറ്റ്സിനെ നമ്മളിങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ലാപ്പ് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇഫ് 2 plates ഓവർലാപ്പ് ഈച്ച് അതിനെ നമ്മൾ എന്ത് വിളിക്കും? ലാപ്പ് ജോയിൻ്റ് എന്ന് വിളിക്കും. ഇനി ഈ ലാപ്പ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എഫക്റ്റീവ് ഇൻ റെസിസ്റ്റിംഗ് ഷിയർ ആണ്. ഷിയറിനെ റെസിസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഏതാണ്? ലാപ്പ് ജോയിൻ്റ് ആണ്. ഇനി ഇവിടെ എത്ര ഷിയർ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ ഇപ്പോൾ ഒരു പ്ലെയിൻ അല്ലേ ഉള്ളത്. സോ ഈ ഒരു പ്ലെയിനിൻ്റെ അബൌട്ടായിട്ടായിരിക്കത്തില്ല ഈ ഒരു റിവറ്റ് ഫെയിൽ ആവുന്നത്. സോ അവിടെ ഒരു സിംഗിൾ ഷിയർ മാത്രമേ ഉള്ളൂ. സോ ഇവിടെ എന്താണ്? സിംഗിൾ ഷിയർ ആണ്. ഇനി ഇവിടെ നമ്മുടെ ലോഡ് പി എന്ന് പറയുന്ന ലോഡ് ഇങ്ങനെ ആക്ട് ചെയ്യാമെന്ന് വയ്ക്കാം. അപ്പോൾ പി എന്ന് പറയുന്നത് സിമെട്രിക്കലായിട്ടാണോ ആക്ട് ചെയ്യുന്നത്? അല്ല, ഇവിടെ ഒരു എക്സെൻട്രിസിറ്റി ഉണ്ട്. അതായത് എക്സെൻട്രിസിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഈ ഒരു ഹോൾ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂടി അല്ല നമ്മുടെ പി എന്നുള്ള ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ട്? എക്സെൻട്രിസിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാപ്പ് ജോയിൻറ്റിൽ എന്താണ്? എക്സെൻട്രിസിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് വരുന്നത് ബഡ് ജോയിൻറ്റ്. ബഡ് ജോയിൻ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിലും ബഡ് ജോയിൻറ്റിൽ ഏതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ചോദിച്ചാൽ ഡബിൾ കവർ ബഡ് ജോയിൻ്റ് ആണ്. അതായത് ബഡ് ജോയിൻറ്റിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ 2 പ്ലേറ്റ്, ഇതെന്ന് പറയുന്ന ഒരു പ്ലേറ്റാണ്, ഇത് മറ്റൊരു പ്ലേറ്റാണ്. ഇതിനെ നമ്മൾ എന്താണ്? ഫേസ് ടു ഫേസ് ആണ് കണക്ട് ചെയ്തേക്കുന്നത് അല്ലേ? ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. എഡ്ജ് ടു എഡ്ജ് ഇങ്ങനെ ചേർത്ത് വെച്ചേക്കണം. അങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ അഡീഷണൽ ഒരു പ്ലേറ്റ് കൂടെ കൊടുക്കണം. അതിനെ നമ്മൾ കവർ പ്ലേറ്റ് എന്ന് വിളിക്കും. ഇതിനെ വിളിക്കുന്ന ഈ 2 പ്ലേറ്റിനെയും വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് കവർ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? എൻ്റെ കവർ പ്ലേറ്റ് ആണ്. ഓക്കെ, ഈ കവർ പ്ലേറ്റ് നമുക്ക് ഒന്നുകിൽ ഈ ഒരു പ്ലേറ്റ് മാത്രമായിട്ട് കൊടുക്കാം, ഈ പ്ലേറ്റില്ലാണ്ട്. അങ്ങനെ അതിനെ നമ്മൾ സിംഗിൾ കവർ ബഡ് ജോയിൻ്റ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? സിംഗിൾ കവർ ബഡ് ജോയിൻ്റ്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? അവിടെ ഒരു സിംഗിൾ കവർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി ഞാൻ ഡബിൾ കവർ എന്ന് എപ്പോൾ പറയും? ഡബിൾ കവർ ബഡ് ജോയിൻ്റ് എന്ന് വിളിക്കണമെങ്കിൽ ഇതേപോലെ എന്താണ്? മുകളിലും താഴെയും ഈ കവർ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഡബിൾ കവർ ബഡ് ജോയിൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ബഡ് ജോയിൻ്റ് തന്നെ സിംഗിൾ കവറും ഉണ്ട്, ഡബിൾ കവറും ഉണ്ട്. ഓക്കെ, ഈ സിംഗിൾ കവർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ലാപ്പ് ജോയിൻറ്റിൽ സിംഗിൾ ഷിയറാന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഇവിടെയും സിംഗിൾ ഷിയറല്ലേ വരത്തുള്ളൂ. അതായത് സിംഗിൾ കവർ എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ ഇരിക്കുന്നത്? ഇതാണ് എൻ്റെ 2 പ്ലേറ്റ്. അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു കവർ പ്ലേറ്റ് കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഒരു റിവറ്റ് കൊടുത്തു, ഇവിടെ ഒരു റിവറ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പ്ലെയിനിൽ മാത്രമല്ലേ ഷിയർ സംഭവിക്കത്തുള്ളൂ ആണ്. അപ്പോൾ ഇതെന്ത് തന്നെയാണ്? സിംഗിൾ ഷിയർ തന്നെയാണ്. സിംഗിൾ കവർ ബഡ് ജോയിൻ്റ് എന്ന് പറയുന്നത് സിംഗിൾ ഷിയർ തന്നെയാണ്. ആൻഡ് ഞാൻ ഇവിടെ ഒരു ലോഡ് ഇങ്ങനെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹോൾ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂടിയാണോ ആക്ട് ചെയ്യുന്നത്? അല്ല, ഈ ഹോൾ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് വരും. പക്ഷേ ലോഡ് ആക്ട് ചെയ്യുന്നത് കുറച്ച് മാറാണ്. സോ എക്സെൻട്രിസിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ്? എക്സെൻട്രിസിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതിലാ? സിംഗിൾ കവർ ബഡ് ജോയിൻറ്റിലും എക്സെൻട്രിസിറ്റി എക്സിസ്റ്റ്.
ഇനി ഡബിൾ കവർ ബഡ് ജോയിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ താഴെ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു കവർ പ്ലേറ്റും കൂടെ കൊടുത്തു. ഓക്കെ, അപ്പോൾ അതെന്തായി, ഡബിൾ കവർ ബഡ് ജോയിൻ്റായി. ഇവിടെ നോക്കിക്കേ, ഇവിടെയും ഷിയർ സംഭവിക്കാം, അല്ലെങ്കിൽ ഇവിടെയും ഷിയർ സംഭവിക്കാം. അപ്പോൾ ഇവിടെ എത്രയാണ്, ഡബിൾ ഷിയർ ആണ് ഉള്ളത്. ഡബിൾ കവർ ബഡ് ജോയിൻറ്റിൽ ഡബിൾ ഷിയർ ആണ്. ഇനി എക്സെൻട്രിസിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഇത് സിമെട്രിക്കലായിട്ടല്ലേ ഇരിക്കുന്നത്. ഇവിടെ ഒരു കവർ പ്ലേറ്റ്, ഇവിടെ ഒരു കവർ പ്ലേറ്റ്, ഇവിടെ ആയിട്ട് നമ്മുടെ പ്ലേറ്റ് ലോഡ് ആക്ട് ചെയ്യുന്ന ആ പ്ലേറ്റിലാണ്. സോ അവിടെ എന്ന് പറഞ്ഞാൽ എക്സെൻട്രിസിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് ഏതിലാണ് എക്സെൻട്രിസിറ്റി എക്സിസ്റ്റ് ചെയ്യാത്തതെന്ന്. ഏതിലാണ്, ഡബിൾ കവർ ബഡ് ജോയിൻറ്റിൽ എക്സെൻട്രിസിറ്റി 0 ആണ്. അപ്പോൾ ഈ ബഡ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ഇൻ റെസിസ്റ്റിംഗ് ആക്സിയൽ ടെൻഷനാണ്. നമ്മൾ ലാബ് ജോയിൻറ്റ് നമ്മൾ പറഞ്ഞു ഷിയർ റെസിസ്റ്റ് ചെയ്യാനാണ് എഫക്റ്റീവ് എന്ന്. ബഡ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ആക്സിയൽ ടെൻഷൻ റെസിസ്റ്റ് ചെയ്യാനാണ് എഫക്റ്റീവായിട്ട് വരുന്നത്. ഇനി നമ്മൾ കവർ പ്ലേറ്റ് യൂസ് ചെയ്യുന്നു പറഞ്ഞു അല്ലേ, നമ്മുടെ ബഡ് ജോയിൻറ്റിൽ കവർ പ്ലേറ്റ് യൂസ് ചെയ്യുന്നു പറഞ്ഞു. അതിൽ നമുക്ക് തിക്നെസ് ഓഫ് കവർ പ്ലേറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഒരു IS കോഡൽ പ്രൊവിഷൻ ഉണ്ട്. ദാറ്റ് ഈസ് 1.25 ടൈംസ് തിക്നെസ് ഓഫ് മെയിൻ പ്ലേറ്റ്. ഇതെപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു സിംഗിൾ കവർ ബഡ് ജോയിൻ്റ് ആണെങ്കിലാണ് നമ്മൾ 1.25 ടൈംസ് തിക്നെസ് ഓഫ് മെയിൻ പ്ലേറ്റ്. മെയിൻ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്, നമ്മൾ ഏതൊക്കെ 2 പ്ലേറ്റുകളാണോ നമ്മളിങ്ങനെ ജോയിൻ ചെയ്യാൻ എടുക്കുന്നത്, അതാണ് നമ്മുടെ മെയിൻ പ്ലേറ്റ്. അതിൻ്റെ തിക്നെസ്സിന് ഈക്വൽ ആയിരിക്കണം. ആ തിക്നെസ് ഇൻറ്റു 1.25 ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ കവർ പ്ലേറ്റിന് എത്രയാണ് തിക്നെസ് കൊടുക്കേണ്ടതെന്ന് കിട്ടും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം 5/8 ടൈംസ് തിക്നെസ് ഓഫ് മെയിൻ പ്ലേറ്റ് വെൻ ഡബിൾ കവർ ബഡ് ജോയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. ഡബിൾ കവർ ബഡ് ജോയിൻ്റ് ആണെങ്കിൽ എന്താണ്, 5/8 ടൈംസ് തിക്നെസ് ഓഫ് മെയിൻ പ്ലേറ്റ് ആണ്. ഈ ഒരു വാല്യൂ നമ്മൾ വേറൊരു സ്ഥലത്തും കൂടെ പഠിക്കും, വെൽഡിൻ്റെ കേസിൽ. അന്നേരം നമ്മൾ വീണ്ടും ഇതൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സിംഗിൾ കവർ ബഡ് ജോയിൻ്റ് ആണെങ്കിൽ തിക്നെസ് ഓഫ് കവർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ 1.25 ടൈംസ് തിക്നെസ് ഓഫ് മെയിൻ പ്ലേറ്റ്. ഡബിൾ കവർ ബഡ് ജോയിൻ്റ് ആണെങ്കിൽ തിക്നെസ് ഓഫ് കവർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ 5/8 ടൈംസ് തിക്നെസ് ഓഫ് മെയിൻ പ്ലേറ്റ് ആണ്. ഇനി ഇമാജിനറി ലൈൻ അലോങ് വിച്ച് റിവറ്റ്സ് ആർ പ്ലേസ്ഡ് ഈസ് നോൺ ആസ് റിവറ്റ് ലൈൻ, ഗേജ് ലൈൻ, ബാക്ക് ലൈൻ അല്ലെങ്കിൽ സ്ക്രീവ് ലൈൻ എന്ന് വിളിക്കും. അതായത് ഇതാണ് എൻ്റെ ഒരു പ്ലേറ്റ്, അതിൽ ഞാൻ ഈ റിവറ്റ്സ് ഒക്കെ എല്ലാം ഇങ്ങനെയാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇമാജിനറി ലൈൻ അലോങ് ആയിട്ടല്ല ഞാൻ പ്ലേസ് ചെയ്തേക്കുന്നത്. സോ ഈ ഇമാജിനറി ലൈനിനെ വിളിക്കുന്ന പേരാണ് റിവറ്റ് ലൈൻ, ഗേജ് ലൈൻ, ബാക്ക് ലൈൻ അല്ലെങ്കിൽ സ്ക്രീവ് ലൈൻ. ഈ പേരുകൾ കാണാൻ പഠിച്ചു വയ്ക്കണം. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസിന് ചോദിച്ചിട്ടുള്ളതാണ്. ഈ പേരുകളെല്ലാം മാറി മാറി തന്നെ ചോദിച്ചിട്ടുണ്ട് ഓരോ പ്രാവശ്യം. ഓക്കെ, അപ്പോൾ റിവറ്റ് ലൈൻ, ബാക്ക് ലൈൻ, പിച്ച് ലൈൻ അല്ലെങ്കിൽ റിവറ്റ് ലൈൻ, ഗേജ് ലൈൻ, ബാക്ക് ലൈൻ അല്ലെങ്കിൽ സ്ക്രീവ് ലൈൻ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്. ലോഡ് ഓൺ കണക്ഷൻ ഈസ് നോട്ട് എക്സെൻട്രിക് ഫോർ. ഏതിനാണ് ലോഡ് എക്സെൻട്രിക് അല്ലാതെ? നമ്മൾ പറഞ്ഞു എക്സെൻട്രിസിറ്റി 0 വരുന്ന ഏതിലാണ്, ഡബിൾ കവർ ബഡ് ജോയിൻറ്റിലാണ് എക്സെൻട്രിസിറ്റി 0 വരുന്നത്. പിന്നെ വെൻ ദ എഫക്ട് ഓഫ് വിൻഡ് അല്ലെങ്കിൽ എർത്ത് ലോഡ് ഈസ് കൺസിഡേർഡ് ഇൻ ദ ഡിസൈൻ ഓഫ് റിവറ്റ്സ് ആൻഡ് ബോർഡ്സ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ബൈ വാട്ട് പെർസെൻറ്റേജ് പെർമിസിബിൾ സ്ട്രെസ്സസ് മേ ബി എക്സീഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു IS കോഡൽ പ്രൊവിഷനാണ്. വിൻഡും എർത്ത് ലോഡും കൺസിഡർ ചെയ്യുന്നുണ്ട്. റിവറ്റിൻ്റെയും ബോൾട്ടിൻ്റെയും ഡിസൈനിലാണെങ്കിൽ പെർമിസിബിൾ സ്ട്രെസ്സസ് എത്ര ഇൻക്രീസ് ചെയ്യണം, 25% ഇൻക്രീസ് ചെയ്യണം. ഈ 33.33% ഇൻക്രീസ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. അതെവിടെയായിരുന്നു പറഞ്ഞത്? നമ്മൾ ഈ സെയിം കണ്ടീഷൻ തന്നെ 33.33 വരുമ്പോൾ എപ്പോഴാണ് സ്ട്രക്ചറൽ കണക്ഷൻസിൻ്റെ സ്ട്രക്ചറൽ സിസ്റ്റംസ് ഡിസൈൻ ചെയ്യുന്ന സമയത്താണ് 33.33% വരുന്നത്. ഇവിടെ ഇപ്പോൾ റിവറ്റ് ബോൾട്ട് എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് 25%. ഇനി അടുത്ത് വരുന്നത് ടാക്കിംഗ് റിവറ്റ് അല്ലെങ്കിൽ സ്റ്റിച്ച് റിവറ്റ്. ഓക്കെ, അപ്പോൾ ടാക്കിംഗ് റിവറ്റ് അല്ലെങ്കിൽ സ്റ്റിച്ച് റിവറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ യൂസ് ടു മേക്ക് 2 സെക്ഷൻസ് ആക്ടിങ് യൂണിസൺ. അതായത് 2 സെക്ഷൻസിനെ നമുക്ക് ഒറ്റ സെക്ഷനായിട്ട് നിർത്തണം. അതായത് ഞാനിപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു ഗസറ്റ് പ്ലേറ്റാണെന്ന് വയ്ക്കാം. ഓക്കെ, നമ്മൾ വോളുമായിട്ട് കണക്ട് ചെയ്യുന്ന പ്ലേറ്റാണ് നമ്മുടെ ഗസറ്റ് പ്ലേറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഗസറ്റ് പ്ലേറ്റിലായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ 2 ആംഗിൾ സെക്ഷൻസ് ഇങ്ങനെ പ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഒറ്റ ഇതായിട്ട് ആക്ട് ചെയ്യണം. അതിന് ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ആയിട്ടൊരു ടാക്കിംഗ് റിവറ്റ് കൊടുക്കണം. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് എന്തായിരിക്കും, ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ടാക്കിംഗ് റിവറ്റ് ആണോ? അല്ല, അത് നമ്മൾ ആ ആംഗിൾ സെക്ഷൻ ഗസറ്റ് പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്റ്റഡ് ലെഗ് നോർമൽ റിവറ്റാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഈ ആംഗിൾസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇവിടെ ആയിട്ട് ഒരു ടാക്കിംഗ് റിവറ്റ് കൊടുത്തത്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു നോർമൽ റിവറ്റ് നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഗസറ്റ് പ്ലേറ്റ് ആണ്. ഈ ഗസറ്റ് പ്ലേറ്റിൽ ഈ ആംഗിളിൻ്റെ ഈ ഒരു ലെഗല്ലേ കണക്റ്റ് ആയിട്ടിരിക്കുന്ന ഈ ഒരു ലെഗ്. അപ്പോൾ ഈ ലെഗിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണക്റ്റഡ് ലെഗ് എന്ന് വിളിക്കും. കണക്റ്റഡ് ലെഗ്. ഇതെന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ലെഗാണ്. ഔട്ട്സ്റ്റാൻഡിങ് ലെഗ്. ഓക്കെ, കണക്ട് ചെയ്തിരിക്കുന്ന ലെഗ് കണക്റ്റഡ് ലെഗും
മറ്റേത് ഔട്ട്സ്റ്റാൻഡിങ് ലെഗുമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു ടാക്കിംഗ് റിവറ്റ് കൊടുക്കുന്നത് വഴി ഈ 2 ആംഗിൾ സെക്ഷൻസിനെ ഒറ്റ കമ്പോണൻ്റായിട്ട് നമ്മൾ ആക്കിയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. നമുക്ക് ഒരു T സെക്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഒരു T സെക്ഷനെ എനിക്ക് എന്ത് ചെയ്യണം, ഗസൽ പ്ലേറ്റായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ T സെക്ഷനെ എനിക്ക് എന്താണ് ഈ ഗസൽ പ്ലേറ്റുമായിട്ട് ഒന്നിച്ച് കണക്ട് ചെയ്ത് വയ്ക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ ഇവിടെ ആയിട്ടൊരു ടാക്കിംഗ് റിവറ്റ് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഇതെല്ലാം കൂടി ഒറ്റ സെക്ഷനായിട്ട് ആക്ട് ചെയ്യും. സോ ഇതിനെയാണ് നമ്മൾ ടാക്കിംഗ് റിവറ്റ് എന്ന്, അതായത് 2 സെക്ഷൻസിനെ ഒറ്റ സെക്ഷനായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന റിവറ്റ്സാണ് ടാക്കിംഗ് റിവറ്റ് എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ വേറൊരു കണ്ടീഷൻ കൂടി പറയുന്നത്, ഇത് എപ്പോൾ കൊടുക്കുന്നു, അതായത് ആൾസോ യൂസ് വെൻ ദ മാക്സിമം പിച്ച് ബിറ്റ്വീൻ ദ റിവറ്റ്സ് ഈസ് എക്സീഡ്. ഓക്കെ, നമ്മൾ മാക്സിമം പിച്ച് മാക്സിന് നമ്മൾ ഒരു കണ്ടീഷൻ പറയുന്നത് എന്താണ്, ഒന്നുകിൽ 16T അല്ലെങ്കിൽ 200 mm വിച്ച് എവർ ഈസ് ലെസ് ഫോർ ടെൻഷൻ മെമ്പറും 12T or 200 mm whichever is less for compression member. അപ്പോൾ അതിലും കൂടുതലാണ് നമ്മൾ കൊടുക്കുന്ന റിവറ്റിൻ്റെ പിച്ച് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ടാക്കിംഗ് റിവറ്റ് കൊടുക്കേണ്ടി വരും അതിനിടയ്ക്കായിട്ട്. ഓക്കെ, പിന്നെ മാക്സിമം പിച്ച് ഓഫ് ടാക്കിംഗ് റിവറ്റ് എന്ന് പറയുന്നത് നമുക്ക് പറയാം 32T or 300 mm whichever is less if plates are not exposed to weather. ഓക്കെ, വെതറിന് എക്സ്പോസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 32T അല്ലെങ്കിൽ 300 mm അതിലേതാണോ ചെറിയ വാല്യൂ നമുക്ക് മാക്സിമം പിച്ചായിട്ട് എടുക്കാം ടാക്കിംഗ് റിവറ്റിൻ്റെ. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 16T or 200 mm നമുക്ക് എടുക്കാം. ഇതെപ്പോഴാണ്, whichever is less if plates are exposed to weather. എന്താണ്, എക്സ്പോസ്ഡ് ടു വെതർ ആണെങ്കിൽ ഏതെടുക്കാം, നമുക്ക് 16T അല്ലെങ്കിൽ 200 mm എടുക്കാം. നോട്ട് എക്സ്പോസ്ഡ് ടു വെതർ ആണെന്നുണ്ടെങ്കിൽ 32T അല്ലെങ്കിൽ 300 mm വിച്ചെവർ ഈസ് ലെസ്. ഇതിലും വിച്ചെവർ ഈസ് ലെസ് അത് വേണം എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതിക്കൊണ്ടേ. മാക്സിമം പിച്ച് ഓഫ് ടാക്കിംഗ് റിവറ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 32T or 300 mm വിച്ചെവർ ഈസ് ലെസ് ഇഫ് പ്ലേറ്റ്സ് ആർ നോട്ട് എക്സ്പോസ്ഡ് ടു വെതർ. 16T or 200 mm വിച്ചെവർ ഈസ് ലെസ് ഇഫ് പ്ലേറ്റ്സ് ആർ എക്സ്പോസ്ഡ് ടു വെതർ. അങ്ങനെ തന്നെ എഴുതാം. ഇനി നമ്മുടെ കംപ്രഷൻ മെമ്പർ എടുക്കുകയാണ്. കംപ്രഷൻ മെമ്പറിൽ വരുമ്പോഴത്തേക്കും ഈ ടാക്കിംഗ് റിവറ്റിൻ്റെ മാക്സിമം പിച്ച് എത്രയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 600 mm ആണ്. എത്രയാണ്, 600 mm. ഇനി നമ്മുടെ ടെൻഷൻ മെമ്പറിലാണെങ്കിൽ മാക്സിമം പിച്ച് എന്ന് പറയുന്നത് 1000 mm ആണ്. ഇതേതാ ടാക്കിംഗ് റിവറ്റിൻ്റെ കേസിലാണ് പറയുന്നത്. ഓക്കെ, കംപ്രഷൻ മെമ്പറിൽ മാക്സിമം പിച്ച് 600 mm, ടെൻഷൻ മെമ്പറിൽ മാക്സിമം പിച്ച് എത്രയാണ്, 1000 mm ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതും ചോദിച്ചിട്ടുള്ള വാല്യൂസൊക്കെ തന്നെയാണ് പഠിക്കുക. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പിക്കത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. ടാക്കിംഗ് റിവറ്റ്സ് ആർ യൂസ്ഡ് ഇഫ് ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് 2 അഡ്ജസ്റ്റന്റ് റിവറ്റ്സ് എക്സിസ് 12T or 200 mm വിച്ചെവർ ഈസ് ലെസ്. അപ്പോൾ ഇവിടെ പറയുന്നത് 12T അല്ലെങ്കിൽ 200 mm നമ്മൾ പറഞ്ഞത് എന്താ, കംപ്രഷൻ മെമ്പറിൻ്റെ മാക്സിമം പിച്ചാണ്, അതിൽ എക്സീഡ് ആവുന്നു എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ടാക്കിംഗ് റിവറ്റ് കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്, മാക്സിമം പിച്ചിനേക്കാളും എക്സീഡ് ആവുകയാണെങ്കിൽ നമ്മൾ ടാക്കിംഗ് റിവറ്റ് കൊടുക്കും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി നോക്കാം, ടാക്കിംഗ് റിവറ്റ്സ് ആർ നോട്ട് കൺസിഡർഡ് ടു കാൽക്കുലേറ്റ് സ്ട്രെസ്സസ്. അത് ഒരു കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ് കേട്ടോ. നമ്മൾ സ്ട്രെസ്സസ് കാൽക്കുലേറ്റ് ആയിട്ട് നമ്മൾ ടാക്കിംഗ് റിവറ്റ് യൂസ് ചെയ്യാറില്ല, മെയിൻ റിവറ്റ്സ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ടാക്കിംഗ് റിവറ്റ്സ് ആർ പ്രൊവൈഡ് ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് എ കംപ്രഷൻ മെമ്പർ കമ്പോസ്ഡ് ഓഫ് 2 components ബാക്ക് ടു ബാക്ക്. ഓക്കെ, നമ്മൾ നേരത്തെ ഞാൻ വരച്ചത് അങ്ങനെ തന്നെയല്ലേ, 2 മെമ്പേഴ്സ് അതിനെ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ത്രൂ ഔട്ട് ദ ലെങ്ത് നമ്മൾ എന്ത് ചെയ്യണം, ടാക്കിംഗ് റിവറ്റ് നമ്മൾ കൊടുക്കണം. ഇവിടെ ഇപ്പോൾ ഞാൻ ഒന്നേ വരച്ചുള്ളൂ. ഓക്കെ, ഇതിപ്പോൾ നീളം കൂടുതലാണെങ്കിൽ അടുത്തൊരു റിവറ്റ് ഇവിടെയും കൊടുക്കാം. ഓക്കെ, അങ്ങനെ അതും കറക്റ്റായിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ആൻസർ വരുന്ന എല്ലാ ഓപ്ഷൻസും കറക്റ്റാണ്. ഇനി ടൈപ്സ് ഓഫ് റിവറ്റിംഗ്. ഓക്കെ, ടൈപ്സ് ഓഫ് റിവറ്റിംഗിൽ വരുമ്പോഴത്തേക്കും ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ചെയിൻ റിവറ്റിംഗ് ആണ്. എന്താണ് ചെയിൻ റിവറ്റിംഗ്? ചെയിൻ റിവറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര നേരം കണ്ടത് ചെയിൻ റിവറ്റിംഗ് ആണ്. അതായത് സപ്പോസ് ഇതാണ് എൻ്റെ ഒരു പ്ലേറ്റ് എന്ന് വയ്ക്കാം. ഓക്കെ, എൻ്റെ അടുത്തൊരു പ്ലേറ്റാണ് ഇങ്ങനെ ഇതെന്ന് പറയുന്നത്. ഞാനിതിൽ എന്ത് ചെയ്യുന്നു, എൻ്റെ റിവറ്റ്സ് എല്ലാം കറക്റ്റ് ഒരു ഓർഡറിൽ തന്നെ ഞാനിങ്ങനെ പ്ലേസ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇതിനെയാണ് ഞാൻ എന്താ ചെയിൻ റിവറ്റിംഗ് എന്ന് പറഞ്ഞത്. ദ റിവറ്റ്സ് ആർ പ്ലേസ് വൺ എബവ് ദ അതർ ഇൻ ഈച്ച് റോ. അത് ഇതെന്ന് പറയുന്നത് ഇത് ഒരു റോ ആണ്, ഇത് അടുത്ത റോ. കറക്റ്റ് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് തന്നെയല്ലേ പ്ലേസ് ചെയ്തേക്കുന്നത്. ഇതിന് മുകളിൽ ഇത്, ഇതിന് മുകളിൽ ഇത്, അങ്ങനെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കാം, നമുക്ക് ചെയിൻ റിവറ്റിംഗ് എന്ന് പറയാം. ദ റിവറ്റ്സ് ആർ പ്ലേസ് വൺ എബവ് ദ അതർ ഇൻ ഈച്ച് റോ. അതിനാണ് ചെയിൻ റിവറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമതുള്ളത് ഡയമണ്ട് റിവറ്റിംഗ്. ഡയമണ്ട് റിവറ്റിംഗിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്
ഇപ്പോൾ നമ്മുടെ സെക്ഷൻ എന്താണ് നമ്മുടെ ഈ ഒരു പ്ലേറ്റ് ഇപ്പോൾ കറക്റ്റ് റെക്ടാങ്കുലർ ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്. ഇനി നമ്മുടെ പ്ലേറ്റ് കറക്റ്റ് റെക്ടാങ്കുലർ അല്ല, കുറച്ച് എന്താണ് ഗ്രാജുവലി ഡിക്രീസിങ് ഏരിയ പോലുള്ള അങ്ങനത്തെ പ്ലേറ്റ് ആണെന്ന് വയ്ക്കുക. അതായത് സപ്പോസ് ഇങ്ങനത്തെ ഒരു പ്ലേറ്റാണ്. ഓക്കെ, ഇതാണ് എൻ്റെ 2 പ്ലേറ്റ്സ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതിൽ ഏറ്റവും സെൻറ്ററിലായിട്ട് കറക്റ്റായിട്ട് കൊടുത്തു. അടുത്ത് ഇവിടെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ 2ൻ്റെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ കൊടുക്കും. മനസ്സിലായോ? അതായത് ഈ 3 നടുക്കായിട്ട് ഇവിടെ 2 സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഇവിടെ ആയിട്ട് ഞാൻ 2 കൊടുത്തു. അതിന് 2 സെൻറ്ററിലായിട്ട് വരുന്ന രീതിയിൽ ഒരു റിവറ്റ് ഇവിടെയും കൊടുത്തു. അപ്പോൾ ഈ ഡയമണ്ട് റിവറ്റിങ്ങിന് എന്താണ്, ദ നമ്പർ ഓഫ് റിവറ്റ്സ് എന്ന് പറയുന്നത് ഡിക്രീസിങ് ഫ്രം ഇന്നർ മോസ്റ്റ് ടു ഔട്ടർ മോസ്റ്റ്. ഇന്നർ മോസ്റ്റിൽ റിവറ്റ് കൂടുതലാണ് അല്ലേ, പുറത്തോട്ട് വരുന്നതോറും എന്താണ് റിവറ്റുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനാണ് ഡയമണ്ട് റിവറ്റിംഗ് എന്ന് പറഞ്ഞത്. ദ നമ്പർ ഓഫ് റിവറ്റ്സ് ഡിക്രീസിങ് ഫ്രം ഇന്നർ മോസ്റ്റ് ടു ഔട്ടർ മോസ്റ്റ്. ഈ ഇന്നർ മോസ്റ്റിൽ നിന്നും ഔട്ടർ മോസ്റ്റിലോട്ട് പോകുന്നതോറും നമ്പർ ഓഫ് റിവറ്റ്സ് കുറഞ്ഞു വരുന്നത്. അതിനാണ് ഡയമണ്ട് റിവറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇവിടെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുവാണേ. അതായത് ഇതാണ് എൻ്റെ സെക്ഷൻ 3-3, ഇതെൻ്റെ സെക്ഷൻ 2-2, ഈ സെക്ഷൻ 1-1. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, ഇതിൽ ഏതാണ് ഏറ്റവും വീക്കസ്റ്റ് സെക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ ആൻസർ പറയാം. അതായത് നമ്മൾ ഓരോ സെക്ഷനിലും വരുന്ന ലോഡിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൽ ഏറ്റവും വീക്കസ്റ്റ് സെക്ഷൻ ഏതായിരിക്കും? ഈ 1-1 ആയിരിക്കും. കാരണം എന്താണ്, ആ വരുന്ന ലോഡെല്ലാം ഈ ഒറ്റ റിവറ്റ് തന്നെ എടുക്കണ്ടേ. അതുകൊണ്ടാണ് ഇതിനെ വീക്കസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ 3 റിവറ്റ് ഉണ്ട് ആ വരുന്ന എല്ലാ ലോഡിനെ എടുക്കാനായിട്ട് അല്ലേ. അപ്പോൾ കൺസിഡറിങ് നമ്മൾ ഓരോ സെക്ഷനെയും കൺസിഡർ ചെയ്യുന്ന ലോഡിന് ഈച്ച് സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വീക്കസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞ ഏതാണ്? ഈ 1-1 ആണ്. കാരണം ഒരു റിവറ്റേ അവിടെ ഉള്ളൂ, അത് അവിടെ വരുന്ന എല്ലാ ലോഡിനും എടുക്കേണ്ടി വരും. ഓക്കെ, ഇനി ബൈ കൺസിഡറിങ് ദ നെറ്റ് ഏരിയ ആണെങ്കിൽ, നെറ്റ് ഏരിയ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും ഈ റിവറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഹോൾ ഉണ്ടാക്കത്തില്ലേ, ആ ഹോളൊക്കെ ഇടുന്നത് ശരിക്കും പിന്നെ അവിടെ മെറ്റീരിയലിന് എന്താണ് മെറ്റീരിയലിനെ അത് വീക്കനാക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവിടെ ഏരിയ കുറയുന്നു, നെറ്റ് ഏരിയ കുറയുന്നു. ഓക്കെ, അപ്പോൾ നെറ്റ് ഏരിയ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ റിവറ്റ് ഉള്ളിടത്തല്ലേ നെറ്റ് ഏരിയ കുറവെന്ന് പറയുന്നത്. സോ ഈ 3-3യിലാണ് ഏറ്റവും കൂടുതൽ റിവറ്റ് ഉള്ളത്. അവിടെ ഏരിയ എന്ന് പറയുന്നത് കുറവാണ്. അതായത് ഈ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു റിവറ്റ് ഹോളേ ഉള്ളൂ, ബാക്കി ഫുൾ ഏരിയ ഉണ്ട് അവിടെ. പക്ഷേ ഇവിടെ 3 റിവറ്റ് ഹോൾ ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ ഏരിയ എന്ന് പറയുന്നത് കുറവായിരിക്കും, നെറ്റ് ഏരിയ കുറവായിരിക്കും. അതെന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ വീക്കസ്റ്റ് സെക്ഷൻ. അപ്പോൾ നമുക്ക് വീക്കസ്റ്റ് സെക്ഷൻ ഇൻ എ ഡയമണ്ട് റിവറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് റോ വിത്ത് സിംഗിൾ റിവറ്റ് എന്നാണ് പറയുന്നത്. അതെന്ന് പറയുന്നത് കൺസിഡറിങ് ലോഡ് ഇൻ ഈച്ച് സെക്ഷൻ, ഓരോ സെക്ഷനിലെ ലോഡിനെ കൺസിഡർ ചെയ്യുമ്പോഴാണ് അങ്ങനെ. ഇനി അല്ലാണ്ട് നമുക്ക് 3-3 പറയാൻ എപ്പോഴാണ്? വെൻ കൺസിഡറിങ് ദ നെറ്റ് ഏരിയ. ഓക്കെ, ഇനി ഇതിൽ രണ്ടിലും ഏതാ എഫിഷ്യൻ്റ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഡയമണ്ട് റിവറ്റിംഗ്. ഡയമണ്ട് റിവറ്റിംഗ് ഈസ് മോർ എഫിഷ്യൻറ്റ് ദാൻ ചെയിൻ റിവറ്റിംഗ് ഇൻ ടേംസ് ഓഫ് മെറ്റീരിയൽ സേവിങ്ങിൻ്റെ കേസിൽ. ഓക്കെ, മെറ്റീരിയൽ സേവിങ് നോക്കുമ്പോഴത്തേക്ക് അതായത് ഇവിടെ എല്ലായിടത്തും ഒരേപോലെ റിവറ്റ് കൊടുക്കണം, ഇവിടെ നമുക്ക് എണ്ണം കുറച്ച് കൊടുക്കാം. അപ്പോൾ മെറ്റീരിയൽ സേവിങ്ങിൻ്റെ ടേംസ് നോക്കുകയാണെങ്കിൽ ഡയമണ്ട് റിവറ്റിംഗ് ആണ് മോർ എഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതല്ലാണ്ട് ഒരു റിവറ്റിംഗ് കൂടി ഉണ്ട്, അത് നമുക്ക് പഠിക്കാനില്ല. ദാറ്റ് ഈസ് സിക്സ് ആഗ് റിവറ്റിംഗ്. ഓക്കെ, സിക്സ് ആഗ് റിവറ്റിങ്ങിൽ ചെയ്യുന്നത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പ്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എവിടെയെങ്കിലും നമ്മൾ തോന്നിയ പോലെ നമ്മൾ എന്ത് ചെയ്യും, റിവറ്റ് കൊടുക്കും. അതാണ് സിക്സ് ആഗ് റിവറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ നോക്കാം. താങ്ക് യു.